നമസ്തേ സർ. താങ്കളുടെ അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് നിരവധി സുഹൃത്തുക്കൾ കണ്ടു. ഞാൻ ആ വീഡിയോയുടെ കമന്റുകൾ വായിച്ചപ്പോൾ ഞാൻ നിരവധി ജിജ്ഞാസയും ചോദ്യങ്ങളും കണ്ടു. അവർ ചോദിച്ച ചോദ്യങ്ങളെക്കുറിച്ച് പഠിക്കുവാനും റിസർച്ച് ചെയ്യുവാനും അതെന്നെ ശരിക്കും പ്രേരിപ്പിച്ചു. ഇന്ന് ഞാൻ അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ, വീഡിയോയുടെ കമന്റ്സിലുണ്ടായിരുന്ന അത്തരം ചോദ്യങ്ങൾ, ഞാൻ അതിനെക്കുറിച്ച് വായിച്ച് സ്വയം ഗവേഷണം ചെയ്ത് കുറച്ച് ഡാറ്റയും താങ്കളുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ കാര്യങ്ങളെക്കുറിച്ച് താങ്കൾ കുറച്ച് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ നല്ലത്. നിങ്ങളിന്ന് ഡേറ്റയും മറ്റും കൊണ്ടാ വന്നത്. അതെ അതെ അതെ. ഒന്നാമതായി ഞാൻ പലപ്പോഴും കാണുന്ന വാദം അല്ലെങ്കിൽ തർക്കം, ആളുകൾ അങ്ങനെ പറയുന്നു എന്നതാണ്. സർ, മരങ്ങൾക്കും ജീവനുണ്ട്. അതിനാൽ നമ്മൾ സസ്യഭുക്കാണെന്ന് പറയുമ്പോൾ അവയ്ക്കും വേദന അനുഭവപ്പെടുന്നുണ്ടാകണമെന്ന്. ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, മരങ്ങൾ, ചെടികൾ മുതലായവയ്ക്കെല്ലാം പ്രതികരിക്കുവാനുള്ള കഴിവ് അതിലുണ്ട് എന്നതാണ്. ഇതേ കാര്യം കഴിഞ്ഞ നൂറ്റാണ്ടിൽ ശാസ്ത്രജ്ഞന്മാരിലൂടെ തെളിയിച്ചതുമാണ്. പക്ഷേ വാസ്തവത്തിൽ ഈ പെയിൻ ഫീൽ ചെയ്യുവാൻ ഒരു നാഡീവ്യൂഹത്തിന്റെ ആവശ്യകതയുണ്ട്. അതായത് സെൻട്രൽ നെർവ് സിസ്റ്റം ആവശ്യമാണ്. അത് മരങ്ങളിലും ചെടികളിലും ഇല്ല. ഈ ഒരു വിഷയം നിങ്ങൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് മരങ്ങളും ചെടികളും ജീവികളാണെന്ന് ഞങ്ങൾ നിഷേധിക്കുന്നില്ല. അതെ, തീർച്ചയായും കോൺഷ്യസ് ആണ്. ഇവിടെയും ചെടി വെച്ചിട്ടുണ്ട്. ഞാനും അതിന് ഒരു ദോഷവും വരുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. അതിനും ബോധമുണ്ട്. പക്ഷേ വേദന അനുഭവിച്ചറിയുന്നതിന് അതിന് സ്വന്തമായ കഴിവില്ല. അതിന് വേദനയുണ്ടാകില്ല. ഇതാണ് ആദ്യത്തെ കാര്യം. അതുകൊണ്ട് തന്നെ അത് ബോധവാന്മാരാണെന്നും നിങ്ങൾ അതിന്റെ ജീവൻ എടുക്കുകയാണെങ്കിലും അതും ഒരു തരത്തിലും അക്രമമാണ്. ആരെങ്കിലും മരം മുറിക്കുകയാണെങ്കിൽ അത് അക്രമമാണ്. ഞങ്ങൾ സമ്മതിക്കേണ്ടതുണ്ട്. ഞങ്ങളത് സമ്മതിക്കും, നിരസിക്കില്ല. എന്നാൽ ബോധത്തിന്റെ അളവ് വ്യത്യസ്തമാണ്, ശരിയല്ലേ? കോൺഷ്യസ്നെസ്സിന്റെ ലെവൽസ് ഉണ്ട്, ശരിയാണ്. അതിൽ 0 or 1 ബൈനറി ഉണ്ടാകില്ല. ചിലത് കോൺഷ്യസ് ആണ്, മറ്റു ചിലത് അൺകോൺഷ്യസുമാണ്. ഫുള്ളി കോൺഷ്യസ് അല്ലെങ്കിൽ ഫുള്ളി അൺകോൺഷ്യസ്, ഇതിന്റെ ഇടയിൽ മുഴുവൻ ലീനിയർ സ്കെയിൽ ഉണ്ടായിരിക്കും, അതും തുടർച്ചയായി. ശരിയല്ലേ? അതായത് ഞാൻ ഉദ്ദേശിച്ചത്, എത്ര ജീവികൾ, ബീയിങ്സ് ഉണ്ടോ, അവയ്ക്കൊക്കെ വെവ്വേറെ ലെവൽസിലുള്ള കോൺഷ്യസ്നെസ്സും ആയിരിക്കും. വ്യത്യസ്ത തലങ്ങളിലായിരിക്കും. ഒരാളുടെ ബോധത്തിന്റെ ഉയർന്ന നിലവാരം എത്രയാണോ, ഒരു വ്യക്തി കൂടുതൽ വിലപ്പെട്ടവനും മാന്യനുമായി തീരുകയും അവന്റെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഒരാൾക്ക് എത്ര കാണുവാൻ കഴിയുമോ, എത്ര അറിയുവാൻ കഴിയുമോ, എത്ര മനസ്സിലാക്കുവാൻ കഴിയുമോ, അയാളുടെ മൂല്യവും അത്രയും വലുതായിരിക്കും. അപ്പോൾ നമുക്ക് നന്നായി അറിയാം, ബോധതലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ പൂർണ്ണമായി അൺകോൺഷ്യസ് ആയ വ്യക്തിയെ മണലോ കല്ലോ ആയിത്തീർന്നുവെന്ന്. ഈ മെറ്റീരിയൽ വേൾഡ് പോലെ അതും പൂർണ്ണമായി അൺകോൺഷ്യസ് ആണ്. ഞാൻ പറയുന്നത്, അതായത് ഇതെല്ലാം ഒരു മെറ്റീരിയൽ വേൾഡിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഫുള്ളി അൺകോൺഷ്യസുമാണ്. ഫുൾ കോൺഷ്യസ് എന്ന് പറയുന്നത് ഉയർന്ന ബോധമുള്ളവനെയാണ്. അവനെ നമ്മൾ പറയുന്നു ഹീസ് ഓൾമോസ്റ്റ് ഫുള്ളി കോൺഷ്യസ്. പിന്നീട് അയാളെ നമ്മൾ ലിബറേറ്റഡ് എന്ന് പറയുന്നു, എൻലൈറ്റൻഡ് എന്ന് പറയുന്നു, നമ്മുടെ മനസ്സിൽ വരുന്നത് പോലെ. അതിനിടയിൽ പലതരത്തിലുള്ള കോൺഷ്യസ് ലെവൽ വരുന്നു. അതിൽ ഏറ്റവും കുറച്ച് കോൺഷ്യസ്നെസ് ഉള്ളത് മരങ്ങൾക്കും ചെടികൾക്കുമാണ്. അതിൽ കൂടുതലുമുള്ളത് മൃഗങ്ങൾക്കാണ്. അതിലും കൂടുതൽ നമ്മൾ മനുഷ്യരിലുണ്ട്. ഇതിലെ സിദ്ധാന്തം, പ്രിൻസിപ്പിൾസ് എന്താണെന്ന് വെച്ചാൽ പ്രിസർവേഷൻ ഓഫ് കോൺഷ്യസ്. നിങ്ങളൊരു കല്ലിനെ 2 കഷ്ണങ്ങളാക്കിയാൽ ഹിംസ ചെയ്തു എന്ന് പറയാറില്ല. എന്തെന്നാൽ കല്ലിൽ കോൺഷ്യസ്നെസ് ഇല്ല. എങ്കിലൊരു കല്ല് നശിപ്പിക്കുന്നതിൽ ഒരു ഹിംസയുമില്ല. നിങ്ങൾ കല്ലിനെ 2 കഷ്ണങ്ങളാക്കിയതുപോലെ മനുഷ്യനെ കഷ്ണങ്ങളാക്കുകയാണെങ്കിൽ അതിനെ ഹിംസ അല്ലെങ്കിൽ അക്രമം എന്ന് പറയുന്നു. എന്തെന്നാൽ നിങ്ങൾ കോൺഷ്യസ്നെസ് മുറിച്ചു, നിങ്ങൾ കോൺഷ്യസ് ബീയിങ്ങിനെ നശിപ്പിച്ചു. അതിനെ ഹിംസ അല്ലെങ്കിൽ അക്രമം എന്ന് വിളിക്കുന്നു. ഹിംസയുടെ, വയലൻസിന്റെ പരിഭാഷ തന്നെ ഇതാണ്. കോൺഷ്യസ്നെസ്സിനെ താഴ്ത്തുക എന്നതാണ് ഹിംസ. നിങ്ങളുടെ ബോധം താഴേക്ക് വീഴുന്ന എന്തെങ്കിലും ചെയ്യുക. അത്യാഗ്രഹത്താൽ നിങ്ങളുടെ ബോധം താഴേക്ക് വീഴുന്നു.
ദേഷ്യത്താൽ നിങ്ങളുടെ ബോധം ഇല്ലാതാകുന്നു. മോഹത്തിൽ നിങ്ങളുടെ ബോധം താഴേക്ക് പോകുന്നു. അസൂയയിൽ താഴെ പോകുന്നു. ഈ എല്ലാ കാര്യങ്ങളും ഹിംസയാകുന്നു. എന്താണ് നിങ്ങളുടെ ബോധത്തെ ഇല്ലാതാക്കുന്നത്? അത് ഹിംസയാണ്. അതുപോലെ നിങ്ങൾ മറ്റുള്ളവരുടെ ബോധം ഇല്ലാതാക്കുന്നതും ഹിംസയാണ്. അതിലൂടെ അവരുടെ കോൺഷ്യസ്നെസ് താഴേക്ക് വീഴുന്നു. നിങ്ങൾ ആരെയെങ്കിലും കൊന്നാൽ ഇത് വളരെ വലിയ ഹിംസയാണ്. കൊല്ലുമ്പോൾ അയാളുടെ ബോധം പൂജ്യമായിത്തീരുന്നു. അയാൾ തീർന്നു പോകുന്നു. നേരെ മറിച്ച് നിങ്ങൾ ഒരു കല്ലിനെ മുറിക്കുകയാണെങ്കിൽ അത് ഹിംസ എന്ന് പറയില്ല. അതിന്റെ ബോധം പൂജ്യത്തിന് തുല്യമാണ്. അതുകൊണ്ട് ഈ സിദ്ധാന്തത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ചെടിയെ ഇല്ലാതാക്കുകയാണെങ്കിൽ അത് ഹിംസയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയ ഹിംസ, ഒരു ചെറിയ അക്രമം. നിങ്ങൾ ഒരു മൃഗത്തെ കൊല്ലുകയാണെങ്കിലോ അതും ഹിംസയാണ്. അതൊരു വലിയ ഹിംസയാണ്. റിലേറ്റീവ്ലി, അതായത് താരതമ്യേന വലുതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മനുഷ്യനെ കൊല്ലുകയാണെങ്കിൽ അത് വളരെ വലിയ ഹിംസയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊല്ലുകയാണെങ്കിൽ അത് കൂടുതൽ വളരെ വളരെ വലിയ ഹിംസയാണ്. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് നിയമവും മനുഷ്യനെ കൊല്ലുന്നതിന് ഒരു ശിക്ഷയും മൃഗങ്ങളെ കൊല്ലുന്നതിന് വേറൊരു ശിക്ഷയുമാണ് നൽകുന്നത്. ഇവിടെ മരങ്ങളെയും ചെടികളെയും നശിപ്പിക്കുന്നതിന് ചെറിയൊരു ശിക്ഷ നൽകുന്നു. അപ്പോൾ നമ്മൾ ഇത് ചിന്തിക്കേണ്ടതുണ്ട്. നിയമം എന്തിനാണ് അങ്ങനെ ഉണ്ടാക്കിയത്? എന്തെന്നാൽ നിയമവും പ്രിൻസിപ്പിൾസ് ഓഫ് കോൺഷ്യസ്നെസ്സിലാണ് നടക്കുന്നത്. ശരിക്കും കോൺഷ്യസ്നെസ്സിനെ കൊല്ലുന്നതാണ് ഹിംസ. എന്നുവച്ചാൽ ശിക്ഷ ലഭിക്കുന്നത് കോൺഷ്യസ്നെസ്സിനെ ഇല്ലാതാക്കുന്നതിനാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ചെടികൾക്കും ജീവനുണ്ട്, മരങ്ങൾക്കും അതുപോലെ ജീവനുണ്ട്. രണ്ടിനെയും കൊല്ലുന്നത് ഒരേ കാര്യമാണ്. ഇത് വളരെ വിഡ്ഢിത്തമായ തർക്കമാണ്. ഇതും ഒരു തെറ്റായ കാര്യമാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരാൾ ഗുട്ക കഴിക്കുന്നതിനെപ്പറ്റി. മറ്റൊരാൾ കൊലപാതകയാണ്. നമ്മൾ ചോദിക്കും, രണ്ടുപേരും ശരിക്കും അപരാധമല്ലേ ചെയ്യുന്നതെന്ന്. ഒരാൾ ഗുട്ക കഴിച്ച് ചുമരിൽ തുപ്പുന്നു, ചുമരിൽ അടയാളമുണ്ടായി. മറ്റൊരാൾ അതേ മതിലിനടുത്ത് നിന്ന് ഒരാളെ ക്രൂരമായി കൊല ചെയ്യുന്നു. ചുമരിൽ രക്തത്തിന്റെ ചുവന്ന അടയാളം അവശേഷിപ്പിച്ചു. ഇവിടെ ശരിക്കും രണ്ടുപേരും ഒരേ കുറ്റമാണ് ചെയ്തത്. നമുക്കങ്ങനെ പറയാം. ശരിക്കും ഒരേ അപരാധമാണ് ചെയ്തത് രണ്ടുപേരും. ഒരാൾ ഗുട്ക കഴിച്ച് ചുമരിൽ തുപ്പി. അയാൾ ആ അടയാളം ഉണ്ടാക്കിയത് വഴി അപരാധിയാണ്. കൊല ചെയ്തയാളും അപരാധിയാണ്. എന്നാൽ ഇവർ രണ്ടുപേരെയും കമ്പയർ ചെയ്യുവാൻ കഴിയില്ല. ഒന്ന് ചെറിയ കാര്യം, അതിനെ അപേക്ഷിച്ച് മറ്റേത് വലിയ കാര്യമാണ്. ഇപ്രകാരത്തിൽ നിങ്ങൾ മൃഗങ്ങളെ കൊല്ലുന്നത് വലിയ ഹിംസയാണെന്ന് പറയേണ്ടി വരും. നിങ്ങൾ മനുഷ്യനെ കൊല്ലുന്നത് അതിലും വലിയ ഹിംസയാണ്. ഇതിന്റെ താരതമ്യത്തിൽ ചെടിയെ കൊല്ലുന്നത് ചെറിയ ഹിംസയാണ്. ചെടിയെ കൊല്ലുക എന്നത് നിങ്ങളുടെ ആവശ്യകതയുമാണ്. നിങ്ങൾക്ക് ഓപ്ഷൻ ഉള്ളിടത്ത് മാത്രമേ അക്രമം സ്വീകാര്യമായി കണക്കാക്കൂ. നമ്മൾ ശ്വാസമെടുക്കുമ്പോഴും ചെറിയ ജീവികൾ മരിക്കുന്നു. അതായത് നമ്മൾ ശ്വാസമെടുക്കുമ്പോൾ വായുവിലുള്ള ചെറിയ ചെറിയ ജീവാണുക്കൾ നമ്മുടെ ഉള്ളിലേക്ക് പോയി നമ്മുടെ ശ്വാസക്കുഴലിൽ അകപ്പെട്ട് അവ മരിക്കുന്നു. എന്നാൽ ഇതിനെ നമ്മൾ ഹിംസ എന്ന് വിളിക്കില്ല. എന്തെന്നാൽ ഇപ്പോൾ നടന്നതിന് നമ്മുടെ പക്കൽ ഓപ്ഷനില്ല. നമ്മൾ എന്തു ചെയ്യും? നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. മനുഷ്യനാണെങ്കിൽ ശ്വാസമെടുക്കും. ശ്വാസമെടുത്താൽ ആരെങ്കിലും മരിക്കും. ഇത് നമുക്കറിയാം. നിങ്ങൾ ഇരിക്കുന്നിടത്ത്, അതായത് നിങ്ങൾ ഇരിക്കുന്ന സോഫയിലോ ചെറിയ ചെറിയ ജീവനുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾ അവിടെ ഇരുന്നപ്പോൾ അതിൽ കുറച്ച് ബാക്ടീരിയകൾ മരിച്ചുപോയേക്കാം. അതിനെ ഒരിക്കലും ഹിംസയായി കണക്കാക്കുവാൻ കഴിയില്ല. നിങ്ങൾക്കത് ഹിംസയായി കാണണമെങ്കിൽ തന്നെ അത് ചെറിയ രീതിയിലുള്ള ഹിംസയാണ്. ചെറിയ തോതിലുള്ള അക്രമങ്ങൾക്ക് ഒഴിവ് പറഞ്ഞുകൊണ്ട് വലിയ അക്രമങ്ങളെ ന്യായീകരിക്കരുത്. അതുപോലെ തന്നെ ആരൊക്കെയോ ഗുഡ്കയും ബീഡിയും ഉപയോഗിക്കുന്നത് ഒരു കാരണമായി എടുത്തുകൊണ്ട് നിങ്ങൾ അതൊരു ഒഴിവുകഴിവായി ഉപയോഗിച്ച് കൊലപാതകവും ബലാത്സംഗവും തുടങ്ങിയാൽ അതിലൊരു തർക്കവുമില്ല. അത് തീർത്തും ഉപയോഗശൂന്യമാണ്. ഇക്കാര്യത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ചിലർ ഇക്കാര്യം തർക്കിക്കുന്നുണ്ട്. അറിയാതെ നമ്മൾ കൊതുകിനെ കൊല്ലുന്നു, എന്നാൽ നമ്മൾ ഇവിടെ അറിയാതെ സംഭവിക്കുന്നത് പാപമല്ല. ഉറങ്ങുമ്പോൾ നിങ്ങളുടെ പുറത്ത് ഒരു കൊതുക് വന്നിരിക്കുന്നു. നിങ്ങൾ തിരിയുമ്പോൾ ആ കൊതുക് അടിയിൽപ്പെട്ട് ചത്തുപോകുന്നു. ഇത് ഒരിക്കലും ഹിംസയല്ല. നിങ്ങളെ ആർക്കും കുറ്റം പറയുവാനും കഴിയില്ല. നിങ്ങളെ കുറ്റക്കാരനാക്കുവാൻ വേണ്ടി നിങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടുമില്ല. മരങ്ങളെയും ചെടികളെയും നശിപ്പിക്കുവാൻ ഞാനിവിടെ വാദിക്കുന്നതല്ല ശരിക്കും ഇത്. കഴിയുന്നിടത്തോളം മരങ്ങളെയും ചെടികളെയും നിങ്ങൾ കൊല്ലരുത്. ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയെടുക്കുവാൻ വളരെ എളുപ്പമായിരിക്കും. നമ്മൾ ഈ വിളകൾ വളർത്തുമ്പോൾ മനുഷ്യരാശി കൂടുതൽ ബോധവാന്മാരാകുന്നു. അല്ലെങ്കിൽ മനുഷ്യന് കൂടുതൽ
ബോധം വരുന്നു. വയലുകൾക്ക് പകരം അവൻ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കുമെന്നും പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും കൂടുതൽ കൂടുതൽ ആഹാരം ലഭിക്കുവാനും ശ്രമിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മരങ്ങളെയും ഈ ചെടികളെയും ഒന്നും കൊല്ലേണ്ടിയും വരുന്നില്ല. ഉദാഹരണത്തിന് പയറായി, വഴുതനയായി അതിനെ നിങ്ങൾ കൊല്ലുന്നില്ല. നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുകയും ചെയ്തു. മറ്റ് പലതരത്തിലുള്ള പഴങ്ങളും ഉണ്ടാകുന്നു. പക്ഷേ ഇത് വളരെ മുന്നിലാണ്. ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നത് പോലും യൂറോപ്യനായി തോന്നും. അങ്ങനെ എപ്പോഴെങ്കിലും നടക്കുമോ? നിങ്ങളുടെ ബോധതലം വർദ്ധിക്കുന്നതിനനുസരിച്ച് മരങ്ങളെയും ചെടികളെയും കുറിച്ച് നിങ്ങൾ കൂടുതൽ ബോധവാന്മാരാകും. കൂടുതൽ കൂടുതൽ അനുകമ്പയുള്ള ആളുകളായി മാറും. ഞാൻ ഇതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. അത്യാഗ്രഹത്തിന് ഒരു മനുഷ്യൻ മരം മുറിച്ചാൽ അവൻ തീർച്ചയായും അക്രമം ചെയ്യുന്നു. പക്ഷേ അവൻ തൻ്റെ അത്യാഗ്രഹത്തിന് പോത്തിനെയോ ആടിനെയോ കൊല്ലുകയാണെങ്കിൽ ആടിനെ വെട്ടുന്നതും പോത്തിനെ വെട്ടുന്നതും വലിയ അക്രമമാണ്. നമുക്ക് പൂർണ്ണമായും അക്രമരഹിതമാകുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ അക്രമത്തിന്റെ അല്ലെങ്കിൽ ഹിംസയുടെ തോത് കുറയ്ക്കുക. ഇത്രയെങ്കിലും ചെയ്യേണ്ടി വരും. ഇതും മനസ്സിലാക്കൂ. വെജിറ്റേറിയൻ കൂടാതെ വീഗൻ ഡയറ്റ് ചെയ്യുന്നവർക്ക് പോലും ചെടികളെയും മരങ്ങളെയും കൊല്ലേണ്ട ആവശ്യമില്ല. ഒന്നാമതായി മരത്തെയോ ചെടിയെയോ കൊല്ലേണ്ടതില്ലാത്ത ധാരാളം പഴങ്ങളും പച്ചക്കറികളുമുണ്ട്. അത് നിങ്ങൾക്ക് പഴങ്ങളും പച്ചക്കറികളും നൽകുന്നു. മരം അതിൻ്റെ സ്ഥാനത്ത് അഭിമാനത്തോടെ നിൽക്കുകയും ചെയ്യുന്നു. നശിച്ചിട്ടില്ല. നിങ്ങൾ അതിൽ നിന്ന് ആഹാരവും എടുത്തു, പക്ഷേ മരവും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. മരം ആഗ്രഹിക്കുന്നത് നമ്മൾ അവൻ്റെ ഫലങ്ങൾ സേവിക്കുക എന്നതാണ്. എന്തെന്നാൽ നിങ്ങൾ അതിൻ്റെ ഫലം കഴിക്കുമ്പോൾ നിങ്ങളിലൂടെ അതിൻ്റെ വിത്ത് പലയിടത്തും വ്യാപിക്കുന്നു. അതിലൂടെ മരത്തിന് സഹായമാണ് ലഭിക്കുന്നത്. മരവും ശരിക്കും അതാണ് ആഗ്രഹിക്കുന്നത്. പഴങ്ങൾ ഉണ്ടാകുന്നത് തന്നെ അതാരെങ്കിലും വന്ന് പഴങ്ങൾ എടുക്കുവാനാണ്. നിങ്ങൾ പഴങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വിത്ത് വ്യാപിക്കും. നിങ്ങൾ മരത്തിൽ നിന്ന് പഴങ്ങൾ എടുക്കുമ്പോൾ അത് ഹിംസയല്ല ചെയ്യുന്നത്, ശരിക്കും സഹായമാണ് നിങ്ങൾ ചെയ്യുന്നത്. പല വിളകളും ഇതുപോലെയാണ്. അതിൻ്റെ ആയുസ് 1 വർഷം മാത്രമേ കാണൂ. ഒരു സീസൺ വരെ കാണും. അതിൽ നിന്ന് നമ്മൾ അന്നം അല്ലെങ്കിൽ ഗ്രെയിൻസ് എടുത്തില്ലെങ്കിലും അത് വളർന്ന ഒരു വലിയ വൃക്ഷമാകില്ല. എന്തെന്നാൽ അതിനില്ലാതായേ പറ്റൂ. അതിന് ചെറിയ ആയുസ്സേ ഉള്ളൂ. നിങ്ങൾ വിളവെടുക്കുന്നു, അതിൽ അക്രമമില്ലെന്ന് ഞാൻ പറയുന്നത് വാദിക്കാനല്ല. അതിലും അക്രമമുണ്ട്. പക്ഷേ അക്രമം കുറവാണ്. ഞാൻ ഇത് പറയുവാനാണ് ശ്രമിക്കുന്നത്. ഈ തർക്കം ഒരു വിലയുമില്ലാത്തതാണ്. അറിവില്ലായ്മയുടെ തർക്കമാണ്. കുറച്ചെങ്കിലും ബുദ്ധിയുള്ളവർ ഇതിനെപ്പറ്റി തർക്കിക്കില്ല. ആരെങ്കിലും നിങ്ങളൊരു എരുമയെ എന്തിനാണ് മുറിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ അയാൾ പറയും, എന്തെന്നാൽ നിങ്ങൾ പേരയ്ക്ക കഴിച്ചു. നീ പേരയ്ക്ക തിന്നുന്നു, ഞാൻ പോത്തിനെ തിന്നുന്നു. ഒരേ കാര്യമാണ്. ഇതിൽ യുക്തി എവിടെയാണ് സഹോദര? പോത്തും പേരയ്ക്കയും തുല്യമാണെങ്കിൽ മനുഷ്യൻ പോത്തിന് തുല്യമാണ്. ഞാൻ ബുദ്ധിയെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്. കാരണം മനുഷ്യൻ്റെയും പോത്തിൻ്റെയും കാര്യത്തിൽ ഇത്തരത്തിലുള്ള ബുദ്ധി തുല്യമാണ്. എന്തെന്നാൽ തത്വത്തിൽ നിന്ന് നിങ്ങൾ പറയും പോത്ത് പേരയ്ക്കയ്ക്ക് തുല്യമാണെന്ന്. എന്നാൽ അതേ തത്വത്തിൽ നിന്ന് മനുഷ്യൻ പോത്തിന് തുല്യമാണ്. എല്ലാത്തിലും ജീവനുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും ആരെങ്കിലും പേരയ്ക്ക തിന്നാൽ ഞങ്ങൾ എരുമയെ കൊല്ലുമെന്ന്. അപ്പോൾ അടുത്തയാൾ വന്നിട്ട് എരുമയെ വെട്ടിയാൽ ഞാൻ മനുഷ്യനെ വെട്ടാമെന്ന് പറയും. ഈ സിദ്ധാന്തം ഇനിയും വർദ്ധിക്കുകയാണെങ്കിൽ ഈ സിദ്ധാന്തം ഉപയോഗശൂന്യമാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ സർ. സർ, നിങ്ങളിപ്പോൾ കൃഷിയെക്കുറിച്ച് പറഞ്ഞതുപോലെ വേറെയും തർക്കമുണ്ടെന്ന് ഞാൻ കാണുന്നു. ആരോ ഏതോ ഒരു മരം മുറിച്ചു. അതോടൊപ്പം ഒരു കാര്യം കൂടി സംഭവിച്ചു. വിളകൾ വളർത്തുമ്പോൾ ആ വിളകളുടെ വിളവ് വർദ്ധിപ്പിക്കുവാൻ പലതരം കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനു പുറമെ ചെറിയ ചെറിയ ജീവികളെ, ഈ എലി, അണ്ണി മുതലായ പോലുള്ളവയും കൊല്ലുന്നു. ആളുകൾ പറയുന്നു, നോക്കൂ, ഞാൻ മാംസാഹാരം കഴിക്കുന്നുവെങ്കിൽ ഒരു ജീവിയെയാണ് കൊല്ലുന്നതെന്ന്. എന്നാൽ നിങ്ങൾ വിളകൾ നടുവാൻ വേണ്ടി എത്ര ജീവികളെയാ കൊല്ലുന്നതെന്ന്, തൻ്റെ വിളകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയെന്നൊക്കെ. ഈ വാദത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നുണ്ട്. നമ്മൾ കൃഷിയെന്ന് വിളിക്കുന്നത് അതിൽ സ്വയം വളരെയധികം ഹിംസ നിറഞ്ഞിട്ടുണ്ട്. ഞാനത് അംഗീകരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് വലിയ അക്രമമാണെന്ന് ഞാൻ പൂർണ്ണമായും സമ്മതിക്കുന്നു. ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നത് സ്വയം വയലൻസ് ചെയ്യുന്നതിന് തുല്യമാണ്. എന്തെന്നാൽ നിങ്ങൾ ജനസംഖ്യ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതലായി കൃഷി ചെയ്യണം. അതെ. കൃഷി ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ആദ്യം കാട് വെട്ടി നശിപ്പിക്കുന്നു. അപ്പോൾ കാട്ടിലുള്ള ജീവികളോ? നിങ്ങൾ അതിനെ നശിപ്പിക്കുന്നു. പിന്നീട് നിങ്ങൾ വർഷം മുഴുവനും കീടനാശിനി പ്രയോഗിക്കുമ്പോൾ മണ്ണിലുള്ള ബാക്ടീരിയ അടക്കം മറ്റുള്ള ജീവികളെയും കൊല്ലുന്നു. കീടങ്ങളെ, എലികൾ പോലുള്ളവയെ,
മറ്റുള്ള ജീവികളെയും കൊല്ലുന്നു. നിങ്ങളിത് മനസ്സിലാക്കൂ. അതിൽ ഹിംസ ഉറപ്പായുണ്ട്. എന്നാൽ നിങ്ങളിത് മനസ്സിലാക്കൂ. സസ്യാഹാരികൾ മണ്ണിൽ നിന്ന് അന്നം വിളയിച്ചെടുക്കുന്നു, എന്നിട്ട് കഴിക്കുന്നു. ഞാനൊരു സസ്യാഹാരിയാണ്. ഞാൻ മണ്ണിൽ നിന്ന് 1 കിലോ അന്നം വിളയിച്ച് കഴിച്ചു. 1 കിലോ അന്നം വിളയിക്കുന്നതിന് വേണ്ടി ഞാൻ 10 ജീവികളെ കൊന്നു. 10 ജീവികളെ കൊന്നു. മണ്ണിലെ എലിയെ കൊന്നു, പാമ്പുകളെ കൊന്നു, പിന്നെ ചില പക്ഷികളെ കൊന്നു. ചെടികളുടെ പുറത്തിരുന്ന് കഴിച്ച് അതും മരിച്ചു. അങ്ങനെ നടക്കും. ഞാൻ ഇതെല്ലാം ചെയ്തു. ഞാൻ സസ്യാഹാരിയായ മനുഷ്യനാണ്. ഞാൻ 1 കിലോ അന്നം വിളയിച്ചു. 1 കിലോ അന്നം വിളയിക്കുന്നതിന് ഞാൻ 10 ജീവികളെ കൊന്നു. മാംസാഹാരികളായ നിങ്ങൾക്ക് വേണ്ടി 1 കിലോ മാംസം വേണം, ശരിയല്ലേ? ഞാൻ എത്ര ജീവികളെ കൊന്നു? 10. മാംസാഹാരിയായ നിങ്ങൾക്ക് എത്ര കിലോ മാംസം വേണ്ടിവരും? ഈ 1 കിലോ മാംസത്തിന് വേണ്ടി എത്ര കിലോ അന്നം നമ്മൾ ചെലവാക്കുന്നു? ഒരു 15-20 കിലോ ധാന്യത്തിൽ നിന്ന് കിട്ടും. ശരി, 20 കിലോ അന്നത്തിൽ നിന്നുണ്ടായി. എന്തെന്നാൽ നിങ്ങൾ ആടിന്റെ 1 കിലോ മാംസം കഴിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ആടിന് 20 കിലോ അന്നം കഴിപ്പിക്കും. 20 കിലോ കഴിപ്പിക്കും. ഇത് നിയമമാണ്. ഇത് അനിമൽ അഗ്രികൾച്ചറിന്റെ നിയമമാണ്. 1 കിലോ മാംസം കഴിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അതിന് 20 കിലോ അന്നം കഴിപ്പിച്ചു. 20 കിലോ അന്നം വിളയിക്കുന്നതിന് നിങ്ങൾ എത്ര ജീവികളെ കൊന്നു? ഞാൻ 1 കിലോ അന്നം കഴിച്ചപ്പോൾ, ഞാൻ ഒരു സസ്യാഹാരിയാണ്, 1 കിലോ അന്നത്തിന് വേണ്ടി 10 ജീവികളെ കൊന്നു. ഇവിടെ നിങ്ങൾ 1 കിലോ മാംസം കഴിക്കുവാൻ വേണ്ടി 20 കിലോ അന്നമാണ് ഉപയോഗിച്ചത്. അതുവഴി നിങ്ങൾ എത്ര ജീവികളെയാണ് കൊന്നത്? 200. നിങ്ങൾ 200 ജീവികളെ കൊന്നിരിക്കുന്നു. അതുകൂടാതെ മറ്റേതിനെ കൊന്നത് വേറെ. അതെ. പിന്നെ ആടിനെ കൊന്നത് വേറെ കാര്യം. ആടിനോടൊപ്പം നിങ്ങൾ 200 വേറെ ജീവികളെയും കൊന്നു. 201. ഞാൻ പറയും ഞാൻ ആടിനെ കഴിച്ചു, അപ്പോൾ പറയും ഞാൻ ആടിനെ കഴിച്ചു, നിങ്ങൾ ധാന്യം കഴിച്ചു, വയലിൽ നിന്ന് വിളയിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഹിംസ ചെയ്തുവെന്നൊക്കെ. സഹോദരാ, നിശ്ചയമായും ധാന്യം വിളയിക്കുന്നതിൽ ഹിംസയുണ്ട്. ഞാൻ പറയുകയാണ്, ഇത്രയും അധികം ആളുകൾ കൂടിയാൽ, ജനസംഖ്യ കൂടിയാൽ, ആ ജനസംഖ്യയുടെ വയറ് സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ വലിയ ഹിംസ ചെയ്യേണ്ടി വരും. കൃഷി എന്ന് പറയുന്നത് സ്വയം ഒരു ഹിംസയായ കാര്യമാണെന്ന് ഞാൻ പറയുകയാണ്. എന്നാൽ ഒരു പ്രശ്നം, നിങ്ങൾ ജനസംഖ്യ കൂട്ടുകയും കൃഷി ചെയ്യുകയും ചെയ്തു. അതിൽ കൃഷി അക്രമം നേരിടുന്നു. രണ്ടാമത്തേത്, നിങ്ങൾ ജനസംഖ്യ വർദ്ധിപ്പിച്ചു. ജനസംഖ്യയ്ക്ക് മാംസം ആവശ്യമാണ്. ആദ്യം ജനസംഖ്യ വർദ്ധിപ്പിച്ചു. അതിലെ ആളുകൾ പറയുകയാണ് മാംസം കഴിപ്പിക്കൂ. മാംസം കഴിപ്പിക്കുവാൻ 20 കിലോ ധാന്യം ആവശ്യമുണ്ട്. അതായത് ഇതിന്റെ കേന്ദ്ര സിദ്ധാന്തം എന്താണെന്ന് വെച്ചാൽ, 1 കിലോ മാംസത്തിന് വേണ്ടി നമുക്ക് ശരിക്കും എത്ര ലിറ്റർ, അതായത് എത്ര ലിറ്റർ വെള്ളമാണ് ആവശ്യമായി വരുന്നതെന്ന്. 20-40 കിലോ ധാന്യം ആവശ്യമാണ്. എനർജി ആവശ്യമാണ്. ലാൻഡ് ആവശ്യമാണ്. കെമിക്കൽസ് ആവശ്യമാണ്. മാംസം ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെ ചെലവേറിയ കാര്യമാണ്. അതിനുവേണ്ടി പ്രകൃതിയിലെ ഒരുപാട് ഉറവിടങ്ങളും ആവശ്യമായിട്ടുണ്ട്. പൈസ മാത്രമല്ല. എന്നാൽ ആഹാരം കഴിക്കുന്ന ആളുകൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് അന്വേഷിക്കില്ല. 1 കിലോ മാംസം അവരുടെ മുന്നിൽ വയ്ക്കുന്നതിന് എത്ര റിസോഴ്സ് ആവശ്യമായിട്ടുണ്ടെന്ന്. ഇവിടെ നിങ്ങൾ ആവശ്യമില്ലാതെ കിടന്ന് തർക്കിക്കുകയാണ്. നിങ്ങൾ അരി കഴിച്ചു. അരി വളരുന്നതിന് വേണ്ടി ശരിക്കും എത്രയോ മണ്ണിരകൾ മരിച്ചു. എന്നാൽ നിങ്ങൾ കഴിക്കുന്ന ആടിനു വേണ്ടി 1 കിലോയുടെ സ്ഥാനത്ത് 20 കിലോ ധാന്യം ആവശ്യമാണ്. എത്ര ജീവികൾ മരിച്ചെന്ന് ദൈവത്തിനറിയാം. ആളുകൾ ഈ സാരമായ കാര്യത്തിലെ ഈ നിസാരമായ കണക്കുകൾ മനസ്സിലാക്കുന്നില്ല. അതെ സർ, ഇതൊരു സാധാരണമായ കാര്യമാണ് സർ. നമ്മൾ മാംസം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം അത് ദഹിപ്പിക്കുന്നു എന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണെന്ന് ഞാൻ കാണുന്നു. പിന്നെന്താണ് ഇതിലുള്ള പ്രശ്നം? നിങ്ങളുടെ ശരീരത്തിന് ദഹിപ്പിക്കുവാൻ കഴിയുന്നതെല്ലാം നിങ്ങൾക്ക് കഴിക്കുവാൻ സാധിക്കുമോ? നിങ്ങളുടെ ശരീരം മോഷണവസ്തു പോലും ദഹിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയി മോഷണ ഭക്ഷണം കഴിക്കുമ്പോൾ അതും ശരീരം ദഹിപ്പിക്കും. പിന്നെന്തിനാണ് ശിക്ഷ ലഭിക്കുന്നത്? നിങ്ങൾ പറയുന്നത് ശരിയുടെയും തെറ്റിന്റെയും ക്രൈറ്റീരിയ ഇതാണ്. ഏത് വസ്തുവിനെയാണ് നിങ്ങളുടെ ശരീരം ദഹിപ്പിക്കുന്നത്? അതെങ്ങനെയാണ് തെറ്റായി മാറുന്നത്? നിങ്ങൾ ഈ വാദവുമായിട്ടാണ് വന്നത്. നിങ്ങൾ പറയുന്നു നിങ്ങളിപ്പോൾ മട്ടൻ കഴിച്ചു, എന്റെ ശരീരം ആ മട്ടൻ ദഹിപ്പിച്ചു. എങ്കിൽ മട്ടൻ കഴിക്കുന്നത് എങ്ങനെയാണ് തെറ്റായി മാറുന്നതെന്നാണ്. നിങ്ങളുടെ ശരീരം മോഷ്ടിച്ച അരിയും മോഷ്ടിച്ച പയർവർഗ്ഗങ്ങളും ദഹിപ്പിക്കും. എന്താ, അത് തെറ്റല്ലേ? ഒരു മൃഗത്തിന് വേണ്ടി അത് ശരിയാണ്. അതെന്ത് കഴിച്ചാലും അത് ദഹിപ്പിക്കും. മൃഗങ്ങൾക്ക് എന്ത് കഴിച്ചാലും ശിക്ഷ ലഭിക്കില്ല. മൃഗങ്ങൾക്ക് വേണ്ടി ഒരു നിയമമേ ഉള്ളൂ.
ദഹിപ്പിക്കുമോ ഇല്ലയോ എന്നത്. ദഹിപ്പിക്കുമെങ്കിൽ കഴിച്ചോളൂ, ശരിയല്ലേ? മൃഗങ്ങൾക്ക് ഇത് ബാധകമാണ്, മനുഷ്യന് ഇത് ബാധകമല്ല. മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ അന്തരമുണ്ട്. നമ്മൾ അവബോധത്തിന്റെ സൃഷ്ടികളാണ്. മൃഗങ്ങളെന്ന് പറയുന്നത് ഒരു ശരീരം മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് വിവേകമുള്ളവരായിരിക്കണം. എന്നാൽ നമ്മൾ ശരീരത്തേക്കാൾ ഉപരി കോൺഷ്യസ്നസ് ആണ്. മൃഗം എന്തെങ്കിലും ചെയ്താൽ തന്നെ ആരും അതിനെ തെറ്റു പറയില്ല. എന്നാൽ ആ ജോലി മനുഷ്യന് ചെയ്യാൻ കഴിയില്ല. മനുഷ്യനിൽ ഒരുപാട് വലിയ വ്യവസ്ഥകളുണ്ട്. മൃഗങ്ങളിപ്പോ റോഡിൽ കിടക്കുന്നു. നിങ്ങൾ വാഹനം ഓടിക്കുകയായിരുന്നു. ഒരു കഴുത ഇടയിൽ റോഡിലിരിക്കുന്നു. നിങ്ങൾ ആ കഴുതയെ പരിഹസിക്കുമോ? ആ കഴുതയ്ക്കായി നിങ്ങൾ പോലീസിനെ വിളിക്കുമോ? നിങ്ങളുടെ കാർ സൈഡിൽ കൂടി എടുത്തുകൊണ്ടുപോകും. കഴുത റോഡിൽ വന്നിരുന്നു, എന്നാൽ ഒരു മനുഷ്യൻ റോഡിൽ വന്നിരുന്ന് ഇങ്ങനെ തർക്കിക്കുകയാണെങ്കിൽ കഴുതയ്ക്ക് റോഡിൽ ഇരിക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കിരിക്കുവാൻ സാധിക്കില്ല? എന്നാൽ ആ വ്യക്തി കഴുതയെക്കാളും വലിയ കഴുതയാണ്. മാംസാഹാരത്തെക്കുറിച്ച് തർക്കിക്കുന്നവർ കഴുതയെക്കാളും വലിയ വിഡ്ഢിത്തമായ തർക്കമാണ് ചെയ്യുന്നത്. ആളുകൾ പറയുന്നത് എന്റെ കൈകൾ നോക്കൂ, എന്റെ പല്ലുകൾ നോക്കൂ അതെ എന്നൊക്കെ. അതെ, അവർ പറയുന്നത് എന്റെ കൈകൾ നോക്കൂ, എന്റെ പല്ലുകൾ നോക്കൂ. അതായത് നമ്മുടെ പക്കൽ canines. മൂർച്ചയുള്ള പല്ലുകളുണ്ട്, അതുകൊണ്ട് മാംസം കഴിക്കാമെങ്കിൽ മാംസം ദഹിക്കും, എങ്കിൽ എന്തുകൊണ്ട് കഴിച്ചുകൂടാ എന്നൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ഇത് കഴുതകളുടെ വാദമാണ്, കഴുതകളുടെ ലോജിക്ക്. ഇത് മനുഷ്യന് ചേർന്നതല്ല. കഴുതയെന്ന് പറഞ്ഞാൽ ബോധമില്ലാത്ത മൃഗം. ആ അടിസ്ഥാനത്തിലാണ് കഴുതയെന്ന് പറയുന്നത്. ചില ജോലികൾ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയില്ല, കാരണം നിങ്ങൾ ചൈതന്യരായ മനുഷ്യരാണ്. നിങ്ങളുടെ പക്കൽ മനസ്സിലാക്കുവാനുള്ള കഴിവും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ശരി, അതോടൊപ്പം വിവേകവുമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? മൃഗങ്ങൾക്ക് ദഹിക്കുന്ന എന്തും കഴിക്കാം, എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ എന്തും കഴിക്കുവാൻ സാധിക്കില്ല. ശരിക്കും മറ്റുള്ളവരിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തുന്നത് അത് നോക്കിയാണ് കഴിക്കുന്നത്. നിങ്ങൾ വളരെ രോഗിയായ ഒരു വ്യക്തിയാണ്. ശരി, ഞാൻ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാം. ആഹാരം കഴിക്കുവാനിരിക്കുമ്പോൾ ഒരു കുരങ്ങൻ വന്ന് നിങ്ങളുടെ ആഹാരം എടുത്തുകൊണ്ടു പോകുന്നു. കുരങ്ങനോട് നിങ്ങൾ പറയുന്നു, ഭഗവാൻ നിന്നെ ശപിക്കുമെന്ന്. അങ്ങനെ പറയുമോ? ഇല്ല. ഗോഡ് വിൽ കേഴ്സ് യു. എന്താ നിങ്ങൾ കുരങ്ങനോട് അങ്ങനെ പറയുമോ? നിങ്ങൾ വളരെ രോഗിയായിരുന്നു, പാവപ്പെട്ടവനായിരുന്നു. നിങ്ങൾ ആഹാരം കഴിക്കുവാനിരിക്കുമ്പോൾ ഒരു കുരങ്ങൻ നിങ്ങളുടെ ആഹാരം തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. കുരങ്ങ് അപരാധം ചെയ്തിരിക്കുന്നു, നിനക്ക് പാപം ലഭിക്കുമെന്ന് നിങ്ങൾ പറയാറില്ല. ഒരു മനുഷ്യൻ വന്ന് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെയോ രോഗിയുടെയോ ആഹാരം തട്ടിപ്പറിച്ചാൽ നീ തെറ്റാണ് ചെയ്തതെന്ന് നിങ്ങൾ പറയുമല്ലോ. സിംഹത്തിന് മാനിനെ പിടിച്ച് കൊന്നു തിന്നാം, അവിടെ സിംഹം ഒരു തെറ്റും ചെയ്യുന്നില്ല. മനുഷ്യൻ മാനിനെ കൊന്നു തിന്നാൽ മനുഷ്യൻ ചെയ്തത് വളരെ വലിയ തെറ്റാണ്. മൃഗങ്ങൾക്കുള്ള നിയമം മനുഷ്യന് വയ്ക്കുവാൻ സാധിക്കില്ല. എന്നാൽ ഏതെങ്കിലും മനുഷ്യൻ മൃഗങ്ങളുടെ നിയമം മനുഷ്യനിൽ അടിച്ചേൽപ്പിച്ചാൽ ആ മനുഷ്യന് ഈ ശിക്ഷയാണ് ലഭിക്കുന്നത്. അയാൾ മൃഗമായി മാറും. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? കുരങ്ങൻ മോഷ്ടിച്ചു കഴിച്ചാൽ ഒരു ശിക്ഷയും ലഭിക്കില്ല. സിംഹം മാനിനെ കൊന്നാൽ സിംഹത്തിനും ഒരു ശിക്ഷയും ലഭിക്കില്ല. എന്നാൽ മനുഷ്യൻ മോഷ്ടിച്ചു തിന്നാൽ ശിക്ഷയുണ്ട്. മനുഷ്യൻ മാനിനെ കൊന്നാലും ശിക്ഷയുണ്ട്. എന്തെന്നാൽ മനുഷ്യൻ മറ്റെല്ലാ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാണ്. മനുഷ്യന് വ്യത്യസ്തമായ നിയമങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു കുരങ്ങന്റെയോ സിംഹത്തിന്റെയോ കടുവയുടെയോ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ എങ്കിൽ നിങ്ങൾ കുരങ്ങന്റെയും സിംഹത്തിന്റെയും കഴുതയും പോലുള്ള ജീവിതം എന്തുകൊണ്ട് നയിക്കുന്നില്ല എന്നാണ്. അത് സ്വാഭാവികമായ ജീവിതമാണ് നയിക്കുന്നത്. എന്നാൽ നിങ്ങൾ എന്തിനാണ് ഉറപ്പുള്ള വീട് നിർമ്മിച്ചത്? നിങ്ങൾ എന്തിനാണ് മൊബൈൽ യൂസ് ചെയ്യുന്നത്? സിംഹം മൊബൈൽ യൂസ് ചെയ്യുന്നില്ല. സിംഹത്തിന് ഏത് സിംഹത്തിനെ കിട്ടുന്നോ അതിനോടൊപ്പം പോകുന്നു. ഇന്ന് ഒരു സിംഹത്തിന്റെ കൂടെ ആണെങ്കിൽ നാളെ വേറൊരു സിംഹത്തിന്റെ കൂടെ. നിങ്ങൾ എന്തിനാണ് പറയുന്നത് എന്റെ ഭാര്യ എന്റെ മാത്രം ഭാര്യയാണ്, എന്റെ അയൽക്കാരന്റെ ഭാര്യയല്ല എന്ന്? അങ്ങനെ പറയാറില്ല സിംഹം. പല്ലുപോലും തേക്കാറില്ല. നിങ്ങൾ ഇതെല്ലാം എന്തിനാണ് ചെയ്യുന്നത്? സിംഹത്തിന് ഭാഷ പോലുമില്ല, സിംഹത്തിന് ചിന്തകളുമില്ല. ഇവിടെ കുരങ്ങന് ഒരു മതവുമില്ല, അതുപോലെ തന്നെ കഴുതയ്ക്ക് ഒരു കടമയുമില്ല. നിങ്ങൾ മൃഗങ്ങളുടെ വാദങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ ആളുകൾ പറയും, ബബ്ബർ സിംഹത്തെ നോക്കുവെന്ന്. അവൻ അതിനെ കൊന്നു തിന്നുന്നു, എങ്കിൽ ഞങ്ങളും ബബ്ബർ സിംഹങ്ങളാണ്, ഞങ്ങളും കൊന്നു തിന്നും. നിങ്ങൾ ബബ്ബർ സിംഹത്തിന്റെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിംഹത്തോട് പൊരുത്തപ്പെടാമെങ്കിൽ അത് മാംസം കഴിക്കുകയാണെങ്കിൽ ഞാനും അത് കഴിക്കും. ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, ആളുകൾക്ക് വളരെ രസിച്ചിരുന്നു. ബബ്ബർ സിംഹം ഷഡ്ഡി പോലും ധരിക്കാറില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഷഡ്ഡിയും ശരീരം മുഴുവനും വസ്ത്രവും ധരിച്ചുകൊണ്ട് നടക്കുന്നത്? നിങ്ങൾ നഗ്നനായി നടക്കൂ. ബബ്ബർ സിംഹത്തിന്റെ ഉദാഹരണം എന്തിനാ എടുക്കുന്നത്? കഴുതയെക്കുറിച്ച് പറയൂ. അതേക്കുറിച്ച് നിങ്ങൾ എന്താ പറയാത്തത്? കഴുതയുടെ ഉദാഹരണം എടുക്കൂ. സിംഹം മാത്രമല്ല, കഴുതയും സ്വാഭാവിക രൂപത്തിൽ ജീവിക്കുന്നു. എന്നിട്ട് പറയുന്നു ഞാൻ കഴുതയാണെന്ന്. കഴുത മനസ്സിൽ തോന്നുന്നത് എന്തും കഴിക്കും. ഞാനും കഴിക്കും. ശരിക്കും ഇതൊക്കെ ഒരു പ്രയോജനവുമില്ലാത്ത തർക്കമാണ്. മനുഷ്യൻ എല്ലാ ജീവികളിലും വച്ച് വളരെ വലുതാണ്, രൂപത്തിലല്ല, ചിന്തയിൽ വലുതായതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അവന്റെ മേലുള്ളത്. എല്ലാ പക്ഷി മൃഗാദികളും നമ്മുടെ മക്കളാണ്. നമ്മൾ അവരുടെ ഗാർഡിയൻസാണ്. ഈ മുഴുവൻ ഭൂമിയുടെ
ട്രസ്റ്റിയാണ് നമ്മൾ. ട്രസ്റ്റി എന്താണെന്നറിയാമോ? അവനെ വിശ്വസിച്ച് ഉത്തരവാദിത്തങ്ങൾ നൽകി ഇവൻ വലുതായാൽ എല്ലാവരെയും സംരക്ഷിച്ചുകൊള്ളുമെന്ന് വിശ്വസിച്ചു. എല്ലാറ്റിലും വലുത് അവനാണ്. അതുപോലെ ഭൂമി ഒരു കുടുംബമാണ്, വസുദൈവ കുടുംബകം. മനുഷ്യൻ ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്നതാണ്. വലിയവൻ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അയാൾ ആ കുടുംബത്തിലെ ഏറ്റവും സീനിയറാണ്. അതെ. സീനിയർ ഓഫ് ദി ഫാമിലി. മുഴുവൻ ഭൂമിയും ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തിയാണ് മനുഷ്യൻ. വീട്ടിലെ മുതിർന്നവനായാൽ വീട്ടിലെ ചെറിയ ആൾക്കാരെ കൊന്നു തിന്നുമോ? വീട്ടിലെ ചെറിയ ആൾക്കാരെ സംരക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ മരങ്ങളെയും ചെടികളെയും സംരക്ഷിക്കേണ്ടത്. ചെറിയ ജീവികളായാലും വലിയ ജീവികളായാലും ആനയെപ്പോലുള്ള ഇവരെയെല്ലാം നമ്മളിൽ നിന്ന് ചെറുതാണ്. എന്തിലാണ് ചെറുത്? കോൺഷ്യസ്നെസ്സിൽ. കോൺഷ്യസ്നസ്, ബോധത്തിലാണ് ചെറുത്. ഇത് നമ്മുടെ കുട്ടികളാണ്. നമ്മൾ അവരെ സംരക്ഷിക്കണം, അല്ലാതെ അവരെ കൊന്നു തിന്നുകയല്ല വേണ്ടത്. നമ്മുടെ ഉത്തരവാദിത്തവും വേറെയാണ്, അവരുടെ ഉത്തരവാദിത്തവും വേറെയാണ്. കേട്ടിട്ടില്ലേ, മുതിർന്നവർക്ക് ബാധകമായ നിയമങ്ങൾ കുട്ടികൾക്ക് ബാധകമല്ല. കുട്ടികൾ ഉപദ്രവിച്ചാലും അവരോട് ക്ഷമിക്കണം. എന്നാൽ മുതിർന്ന ആളിന് ഉപദ്രവിക്കുവാൻ കഴിയില്ല. മുതിർന്നവരുടെ ജോലിയാണ് ചെറിയ കുട്ടികളുടെ ഉപദ്രവങ്ങൾ ക്ഷമിക്കുക എന്നത്. അതായത് മുതിർന്നവരായവർ ഈ ചെറിയ കുട്ടികളുടെ തെറ്റുകൾ അത് പുറത്ത് അവരെ മനസ്സിലാക്കിക്കണം. മനുഷ്യനുള്ള നിയമങ്ങൾ മൃഗങ്ങൾക്കുണ്ടാവില്ല. മൃഗങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ജോലി നമ്മുടെ അന്തസ്സിലും ബോധത്തിലും ഉത്തരവാദിത്തത്തിലും ജീവിക്കുക എന്നതാണ്. നമ്മൾ ചെറിയ ഒരാളെ ചൂഷണം ചെയ്താൽ അത് വളരെ വൃത്തികെട്ടതും ലജ്ജാകരവുമാണ്. നിങ്ങൾ ഒരു മൃഗത്തെ കൊന്നു തിന്നുന്നു, കാരണം അത് ശക്തിയിലും ബോധത്തിലും നിങ്ങളെക്കാൾ ചെറുതാണ്. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ അതിനെ പിടിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ബലം ഉപയോഗിച്ച് മുറിക്കുന്നു. ഇത് മുതിർന്നവർക്ക് ശോഭ നൽകുന്നില്ല. ശക്തിയുടെ തിരിച്ചറിവ് അവരെ സംരക്ഷിക്കുന്നതിലാണ്. ആരാണോ തന്റെ ശക്തി ചെറിയ ആൾക്കാരെ ഉപദ്രവിക്കുവാനും കൊല്ലുവാനും ഉപയോഗിക്കുന്നത്, അവൻ ശക്തിശാലിയായ മനുഷ്യനല്ല, ദുർബലനും പേടിത്തൊണ്ടനുമാണ്. യഥാർത്ഥ ശക്തന്റെ ഐഡന്റിറ്റി ഇതാണ്. അവൻ ഒരിക്കലും ശക്തിയില്ലാത്തവരുടെയും തന്നേക്കാൾ ചെറിയ ആൾക്കാരുടെയും നേരെ കൈപൊക്കില്ല, ഒരിക്കലും ചൂഷണം ചെയ്യില്ല. സർ, താങ്കൾ പറഞ്ഞിരുന്നു കുരങ്ങൻ മോഷ്ടിച്ചു തിന്നാൽ പാപം ചെയ്യില്ല, അതിൽ തെറ്റില്ല എന്നൊക്കെ. മനുഷ്യൻ അത് തന്നെ ചെയ്താൽ തെറ്റാണെന്നും ശരിയും തെറ്റും പറയുന്നത് പോലെ സമൂഹം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ശരിയുടെയും തെറ്റിന്റെയും വ്യാപ്തിയെക്കുറിച്ചാണോ സാറ് പറയുന്നത്? അതോ വേറെ ഏതെങ്കിലും തെറ്റും ശരിയും ആണോ പറയുന്നത്? ഒന്ന് വിശദീകരിക്കാമോ? അതേക്കുറിച്ച് ഞാൻ പറയാം. ഞാൻ ശരിക്കും മതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ മതമെന്ന് പറയുമ്പോൾ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെക്കുറിച്ചല്ല പറയുന്നത്. ഏതെങ്കിലും മതത്തെക്കുറിച്ചോ ഏതെങ്കിലും സമുദായത്തെക്കുറിച്ചോ വിഭാഗത്തെക്കുറിച്ചോ അല്ല. ഞാൻ വെറും ധർമ്മത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. റിലീജിയോസിറ്റി ഇറ്റ്സെൽഫ്, ദി വെരി എസൻസ് ഓഫ് റിലീജിയസ്നെസ്. ഞാൻ പറയുന്നത് തികച്ചും ആത്മീയതയെക്കുറിച്ചാണ്. ഞാൻ തെറ്റും ശരിയും പറയുന്നത് സമൂഹത്തിലെ ഏതെങ്കിലും നിയമത്തിനനുസരിച്ചല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ഇത് നിങ്ങളുടെ മനസ്സാണ്. നിങ്ങൾ മനുഷ്യനായിട്ടാണ് ജനിച്ചത്. നിങ്ങൾക്ക് ബോധമുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്കൊരു കടമയുണ്ട്. ഹിന്ദുവോ മുസ്ലിമോ ആയതിന്റെ പേരിലല്ല, ഒരു മനുഷ്യനായതിന്റെ പേരിൽ. ഒരു മനുഷ്യനായതിന്റെ പേരിൽ മാത്രം. താങ്കൾ പറഞ്ഞിരുന്നുവല്ലോ രക്ഷാധികാരിയെപ്പറ്റി, ട്രസ്റ്റിഷിപ്പിനെക്കുറിച്ച് ഒക്കെ. നിങ്ങൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ധാർമ്മിക ഗ്രന്ഥങ്ങൾ പറയുന്നത് ദൈവം ആടിനു വേണ്ടി പുല്ല് സൃഷ്ടിച്ചതുപോലെ മനുഷ്യനു വേണ്ടി ആടിനെ സൃഷ്ടിച്ചുവെന്നാണ്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പറയുന്നത് ദൈവം ആടിനു വേണ്ടി പുല്ല് സൃഷ്ടിച്ചു എന്നാണ്. അതുപോലെ തന്നെ മനുഷ്യനു വേണ്ടി ആടിനെയും സൃഷ്ടിച്ചു എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം അതുപോലെ മനുഷ്യനു വേണ്ടി ആടിനെയും സൃഷ്ടിച്ചുവെന്നാണ്. മനുഷ്യനു വേണ്ടി ആടിനെ സൃഷ്ടിച്ചുവെന്ന് വെച്ചാൽ മനുഷ്യൻ ആടിനെ സംരക്ഷിക്കണമെന്നാണ്. അല്ലാതെ മനുഷ്യൻ ആടിനെ ഭക്ഷണമാക്കണമെന്നല്ല. അതിനെ രക്ഷിക്കുകയാണ് വേണ്ടത്, ഭക്ഷിക്കുകയല്ല. മനുഷ്യൻ ആ ആടിനെ എനിക്കായി ഉണ്ടാക്കി, എന്റെയും നിന്റെയും ഭക്ഷണത്തിനു വേണ്ടി. എന്താ, നിനക്കിത്ര വലിയ വയറാണോ? എനിക്കറിയില്ല. നമ്മൾ മനുഷ്യർക്കു വേണ്ടിയാണ് ആടുകളെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ, നിങ്ങളോട് ആരെങ്കിലും ഈ വസ്തു നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടനെ അതിനെ കഴിക്കുവാൻ തുടങ്ങുമോ? നിങ്ങൾ ഇത് പറയുകയാണ്, ഈശ്വരൻ ആടിനെ സൃഷ്ടിച്ചത് മനുഷ്യനു വേണ്ടിയാണെന്ന്. അയാൾ പറഞ്ഞു, ശരി, ദൈവം ആടിനെ സൃഷ്ടിച്ചത് മനുഷ്യനു വേണ്ടിയാണെന്ന്.
നിങ്ങളോട് എന്തെങ്കിലും വസ്തു നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ഉടനെ കഴിക്കുവാൻ തുടങ്ങുമോ? ഇനിയിപ്പോ നിങ്ങളുടെ മുൻപിൽ ഒരു ജോഡി ചെരുപ്പ് കൊണ്ടുവന്ന് വെച്ചു. എന്താ നിങ്ങൾ ചെരുപ്പ് കഴിക്കുവാൻ തുടങ്ങുമോ? ഇല്ല. നിങ്ങൾക്ക് വേണ്ടി പുതിയ മൊബൈൽ കൊണ്ടുവന്നു. എന്താ നിങ്ങൾ അതിനെയും കഴിക്കുവാൻ തുടങ്ങുമോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഏത് അർത്ഥത്തിലാണ് നിങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്നതെന്നാണ്. മുഴുവൻ പ്രകൃതിയും മനുഷ്യന് വേണ്ടിയാണ്. ഏതർത്ഥത്തിൽ? ചവയ്ക്കുവാനുള്ള അർത്ഥത്തിലല്ല. ഏതർത്ഥത്തിലാണ് മുഴുവൻ പ്രകൃതി? മരങ്ങൾ, പർവ്വതങ്ങൾ, നദികൾ, മുഴുവൻ പ്രകൃതിയും മനുഷ്യനു വേണ്ടി തന്നെയുള്ളതാണ്. ഏതർത്ഥത്തിൽ? ആസ്വാദനത്തിന്റെ, കൺസെപ്ഷന്റെ അർത്ഥത്തിലല്ല. എന്തർത്ഥത്തിലെന്ന് പറഞ്ഞാൽ അത് ബോണ്ടേജ് തലത്തിലാണ്. പ്രകൃതിയുമായി ശരിയായ ബന്ധം പുലർത്തുന്നതിലൂടെ മാത്രമേ അവന് ബോണ്ടേജിൽ നിന്ന് ലിബറേഷൻ ലഭിക്കൂ. ഇതെല്ലാം എനിക്ക് വേണ്ടിയുള്ളതാണ്. എന്തെന്നാൽ ഞാൻ അത് കാണും, മനസ്സിലാക്കും. അതുമാത്രമല്ല, ഇതിനെയെല്ലാം ഗൗരവമായി ഒബ്സർവ് ചെയ്യണം. ഇതിന്റെ ഒബ്സർവേഷനിലൂടെയും അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയും എനിക്ക് ലിബറേഷൻ അല്ലെങ്കിൽ മുക്തി കിട്ടും. ഈ അർത്ഥത്തിൽ മുഴുവൻ പ്രകൃതിയും പുരുഷനുള്ളതാണ്. കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ബോധമുള്ളവനാണ്. ഈ പ്രകൃതി മുഴുവൻ ഈ മനുഷ്യനുള്ളതാണ്. അതിനാൽ ഈ പ്രകൃതിയിലൂടെ മനുഷ്യന് മോക്ഷം ലഭിക്കും. മോക്ഷം കിട്ടും. ഈ മനുഷ്യന്റെ മോചനത്തിനുള്ള മാധ്യമമായി പ്രകൃതി മാറുന്നു. പുരുഷനെന്നാൽ പുരുഷനല്ല, കോൺഷ്യസ്നസ് എന്നാണ്. ഈ അർത്ഥത്തിൽ ശരിക്കും പ്രകൃതി എനിക്കുള്ളതാണ്. പ്രകൃതി എനിക്ക് ചവയ്ക്കുവാൻ വിട്ടുകൊടുത്താൽ ഈ മലകൾ എനിക്കുള്ളതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഞാൻ പോയി മലകളെ വെട്ടിക്കളഞ്ഞാൽ അതിലെന്തർത്ഥം? ഏത് വസ്തു എനിക്കുള്ളതാണെങ്കിലും ഞാനത് വെട്ടും. ഇതെന്ത് മനസ്സാണ്? ഏത് തരത്തിലുള്ള ചിന്തയാണ്? ഏതെങ്കിലും വസ്തു എനിക്കുണ്ടെങ്കിൽ അത് ഞാൻ കഴിക്കും. ഇത് ശരിക്കും ഭ്രാന്തമായ കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ടി വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരനെ കൊണ്ടുവന്നാൽ കൂട്ടുകാരൻ എനിക്ക് വേണ്ടിയാണോ കൊണ്ടുവരൂ? ഞാൻ കൂട്ടുകാരനെ തന്നെ കഴിക്കാം. എല്ലാം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. സുഹൃത്തിനെ പോലെ, ചവയ്ക്കുവാനുള്ളതല്ല. ഇല്ല, ഇല്ല. ചവയ്ക്കുക എന്ന് പറയുന്നത് മൃഗങ്ങളുടെ ജോലിയാണ്. മനുഷ്യനും ചവയ്ക്കാറുണ്ട്. എന്നാൽ മനുഷ്യന് ചവയ്ക്കുക എന്ന് പറയുന്ന വളരെ ചെറിയൊരു കാര്യമാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്നാൽ ചിന്ത, ബോധം, കരുണ, കമ്പാഷൻ. ഇതാണ് മനുഷ്യന് വലിയ കാര്യം. വയറ് പിന്നീടേ വരൂ. ഒരു മൃഗവും ഹയർ ഐഡിയൽസിനു വേണ്ടി ജീവൻ നൽകുന്നില്ല. മൃഗങ്ങൾ വലിയ ആദർശങ്ങൾക്ക് വേണ്ടി പ്രാണം നൽകിയതായി നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്തെന്നാൽ മൃഗങ്ങൾക്ക് അവിടെ വയറ് തന്നെയാണ് എല്ലാം. എവിടെ നിന്നാണ് അതിന്റെ വയറ് നിറയുന്നത്? അത് അവിടേക്ക് പോകുന്നു. മനുഷ്യൻ എത്ര ദിവസം വിശന്നിരുന്നാലും ഉയർന്ന ആദർശങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കും. ഒരു മൃഗത്തിന് ഒരിക്കലും പട്ടിണി കിടക്കുവാൻ സാധിക്കില്ല. പക്ഷെ ഒരു മനുഷ്യൻ കിടക്കും. അത് തീർച്ചയായും സംഭവിക്കും, അവന്റെ മൂല്യങ്ങൾക്ക് വേണ്ടി. ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് എല്ലാ മതങ്ങളിൽ നിന്നും കിട്ടും. നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ഏതു മതത്തിലാണ് സത്യത്തിനു വേണ്ടി പട്ടിണി കിടന്ന് പോരാടിയ ഉദാഹരണമില്ലാത്തത്? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് നിങ്ങൾക്ക് ഏത് പ്രശ്നം വേണമെങ്കിലും എടുക്കാം. ബക്രീദിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇസ്ലാമിൽ നിന്ന് കർബലയെ ഓർമ്മ വരുന്നു. പട്ടിണി കിടന്ന് പോരാടുകയാണ്. എന്തുകൊണ്ട്? വയറെന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാര്യമാണ്. വേറെ വലിയ കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി നമ്മൾ വയറിനെ മറികടക്കുന്നു. ഈ സിദ്ധാന്തമാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. സർ, ഇതിൽ ഒരു കാര്യം കൂടി ഞാൻ കാണുന്നു. മനുഷ്യന്റെ ബോധം മറ്റെല്ലാ ജീവജാലങ്ങളെക്കാളും വലുതായതിനാൽ മനുഷ്യനാണ് ഏറ്റവും വലിയവനെന്ന് താങ്കൾ പറഞ്ഞതുപോലെ ആളുകൾ തമ്മിൽ മറ്റൊരു വാദം ഉന്നയിക്കുന്നത് ഞാൻ കാണുന്നു. ഫുഡ് ചെയിനിനെ കുറിച്ചാണ്. ചെറിയ മൃഗത്തെ വലിയ മൃഗം ഭക്ഷിക്കൂ എന്നതാണ് കാടിന്റെ നിയമമെന്നത്. കാടിന്റെ നിയമങ്ങൾ മനുഷ്യർക്ക് ബാധകമല്ല സഹോദര. നിങ്ങൾ എപ്പോഴേ കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. നിങ്ങൾ ഇപ്പോഴും കാട്ടിലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മതം ലഭിക്കുക? കാട്ടിൽ ഏതെങ്കിലും മൃഗങ്ങൾക്ക് മതമുണ്ടോ? അവരുടെ മതപരമായ മുൻവിധികളും മതപരമായ പക്ഷപാതങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കുവാൻ വേണ്ടി പറയുന്നു. കാട്ടിൽ ഫുഡ് ചെയിൻ നടക്കുന്നു. കാട്ടിൽ ഫുഡ് ചെയിൻ നടക്കുന്നുവെന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നു, കാട്ടിൽ റിലീജിയൻ ഇല്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് മതത്തിന്റെ പേരെടുക്കുന്നത്? കാട്ടിൽ ആർക്കാണ് റിലീജിയൻ? സിംഹത്തിന്റെ, കുരങ്ങന്റെ, ആരുടെ അടുത്താണ് റിലീജിയൻ ഉണ്ടാവുക? റിലീജിയൻ എന്നതിന്റെ അർത്ഥം ഇതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വലുതായ മറ്റൊന്നുണ്ട്. കാടിനേക്കാൾ വലുതായി മാറിയവൻ. ആരാണോ കാട്ടിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത്, ധർമ്മത്തിന്റെ ജോലിയാണ് നിങ്ങളെ കാട്ടിൽ നിന്നും വലിച്ചു പുറത്തേക്ക് കൊണ്ടുവരിക എന്നത്. കാടിന്റെ നിയമങ്ങൾ വിളിച്ചു കൂവേണ്ട. ഫുഡ് ചെയിൻ എന്നിവയൊക്കെ ചെറുപ്രാണികളിൽ ബാധകമാണ്, മനുഷ്യന് ബാധകമല്ല. ഇവിടെ മനുഷ്യൻ നോക്കേണ്ടത് വേറൊന്നുമല്ല. അക്കാര്യം ഏതു മാർഗത്തിലൂടെയാണ് അവന് കൂടുതൽ ജീവികളെ രക്ഷിക്കുവാനാകുന്നത് അത് ചെയ്യുക എന്നതാണ്. വി ആർ ദി ഗാർഡിയൻസ്. നമ്മൾ പിതാവാണ്. ഈ മുഴുവൻ ഭൂമിയും നമ്മുടെ വിശ്വാസ്യതയിലാണ്. നമ്മൾ എല്ലാവരെയും രക്ഷിക്കണം.
നമ്മൾ ബുദ്ധിയോടും ബലത്തോടും കൂടി ഇവിടെ വന്നത് ഈ ഭൂമി നശിപ്പിക്കുവാൻ വേണ്ടിയല്ല. ഇത് ഭൂമിയെ കാണുന്ന തെറ്റായ രീതിയാണ്. ഞാൻ എല്ലാരേക്കാളും ബുദ്ധിമാനും സ്മാർട്ടുമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും പിടിച്ചു തിന്നും. എത്ര വൃത്തികെട്ട രീതിയിലാണ് ഭൂമിയെ കാണുന്നത്. ഉം, ഉം, നിങ്ങൾ എല്ലാവരുടെയും പിതാവാണ്. ഇതെല്ലാം നിങ്ങളുടെ ചെറിയ ചെറിയ കുട്ടികളാണ്. ഉം. നിങ്ങളാണ് അവരെയെല്ലാം പരിപാലിക്കേണ്ടത്. അവരെ പരിപാലിക്കുന്നതിലാണ് നിങ്ങളുടെ നന്മയും. ബോധത്തിന്റെ ക്ഷേമം പ്രകൃതിയുമായി ശരിയായ ബന്ധം പുലർത്തുന്നതിലാണുള്ളത്. ഉം. ആളുകൾ തന്റെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു, പരിശ്രമത്തെക്കുറിച്ച് പറയുന്നു. പക്ഷേ ഒരിക്കലും ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ ഗാർഡിയൻഷിപ്പിലാണെന്നുള്ള ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഇവിടെ പരിശ്രമത്തിന്റെ അർത്ഥം ഇതാണ്: നിങ്ങളൊരു വൈഡർ റെസ്പോൺസിബിലിറ്റി സ്വീകരിക്കൂ. സഹോദര, ഓരോ മനുഷ്യനും തനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. തനിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ തന്റെ വയറിനു വേണ്ടി, നമ്മുടെ വർഗങ്ങളുടെ പുരോഗതിക്കായി. തനിക്ക് വേണ്ടി മനുഷ്യനെയോ അമ്മയെയോ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് എല്ലാവരും ജീവിക്കുന്നത്. തനിക്ക് പുറമെ മറ്റുള്ള ഉത്തരവാദിത്തങ്ങളും കൂടി ഏറ്റെടുക്കുമ്പോഴാണ് അതൊരു മനുഷ്യനായി മാറുന്നത്. തനിക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് എവിടുത്തെ മനുഷ്യനാണ്? ഉം. സർ, എൻ്റെ മുന്നിൽ വന്ന ചില തർക്കങ്ങൾ സയൻസിനെ കുറിച്ചായിരുന്നു. ആദ്യം വന്നത്, സർ, നമ്മൾ മാംസം കഴിച്ചില്ലെങ്കിൽ B12 നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക എന്നത്. അതായത് ഈ വൈറ്റമിൻ B12. ഈ വാദങ്ങളൊക്കെ എവിടെ നിന്നാണ് കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നത്? ശരി, നല്ലത്. നിങ്ങൾക്കിപ്പോൾ B12 വേണം, ശരിയല്ലേ? അതെ. B12 വേണ്ടി നിങ്ങൾ മാംസാഹാരം വാങ്ങുവാൻ വേണ്ടി എവിടെയാണ് പോകുന്നത്? കടയിലല്ലേ പോയി മാംസം വാങ്ങുന്നത്? കടയിലല്ലേ? അപ്പോൾ കടയിൽ പോയി മാംസം വാങ്ങിക്കുന്നത് B12 കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. എന്നാ പിന്നെ നിങ്ങൾക്ക് കടയിൽ പോയി നേരെ B12 എന്തുകൊണ്ടാണ് വാങ്ങാത്തത്? സഹോദര, നിങ്ങൾക്ക് B12 ആവശ്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് മാംസം വാങ്ങിക്കുന്നത്? കടയിലല്ലേ നിങ്ങൾ പോകുന്നത് മാംസം വാങ്ങിക്കുവാൻ? അതേപോലെ എന്നാൽ പിന്നെ നിങ്ങൾക്കെന്താ അടുത്തുള്ള കടയിൽ നിന്ന് B12 വാങ്ങുവാൻ? ഓർഗാനിക്കലി മാനുഫാക്ചേർഡ് B12 നിങ്ങളുടെ അടുത്തുള്ള കടയിൽ കിട്ടും. പ്ലാന്റ് ബേസ്ഡ് ശുദ്ധമായ വെജിറ്റേറിയൻ B1, B12 ഒക്കെ കിട്ടുന്നു കടയിൽ. മാംസത്തിനേക്കാളും വളരെ വില കുറച്ച് കിട്ടുന്നു. നിങ്ങൾ 500 രൂപയ്ക്ക് മാംസം വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് B12 ആണ് കിട്ടുന്നത്. നിങ്ങൾ 50 രൂപയ്ക്ക് കുറച്ച് B12 വാങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് ഇത്രയും മാത്രമല്ല കിട്ടുക, കുറച്ചധികം കിട്ടും. അതിനുവേണ്ടി മാംസം കഴിക്കേണ്ട ആവശ്യം എന്താണ്? 2 സാധനങ്ങളും കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. രണ്ടിന്റെയും ഔട്ട്പുട്ട് ഫാക്ടറിയിൽ നിന്ന് തന്നെയാണ്. മാംസവും ഏതെങ്കിലും ഓർഗനൈസ്ഡ് കോർപ്പറേറ്റ് സ്ലോട്ടർ ഹൗസിൽ നിന്നാണ് വരുന്നത്. B12 ഗുളികകളുടെ ബോട്ടിലും അതും ഏതെങ്കിലും ഫാക്ടറിയിൽ നിന്നാണ് വരുന്നത്. ഫാക്ടറിയുടെ ഔട്ട്പുട്ടാണ് വാങ്ങിക്കേണ്ടതെങ്കിൽ നേരെ B12 തന്നെ വാങ്ങിച്ചാൽ മതിയല്ലോ. ഞാനും ഈ വിഷയത്തെക്കുറിച്ച് സ്വയം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് B12 ഒരു മൃഗവും തന്റെ ശരീരത്തിൽ കൊണ്ട് നടക്കുന്നതല്ല എന്നും എല്ലാവർക്കും ലഭിക്കുന്നത് ഈ മരങ്ങളിൽ നിന്നും ചെടികളിൽ നിന്നും തന്നെയാണെന്നാണ്. മാംസത്തിലല്ല, മണ്ണിലാണ് B12 കാണുന്നത്. മണ്ണിൽ മൃഗങ്ങൾ പുല്ല് കഴിക്കുമ്പോൾ പുല്ലിന്റെ കൂടെ മണ്ണും കൂടി ഉള്ളിലേക്ക് പോകുന്നു. അതേ മണ്ണിൽ B12 ഉണ്ട്. ആ മണ്ണും ആ പുല്ലും ഒക്കെ ചേർന്ന് വയറ്റിലേക്ക് പോകും. അതുവഴിയാണ് B12 കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും B12 മാംസത്തിലാണുള്ളതെന്ന്. അത് മണ്ണിലാണുള്ളത് സഹോദര. ശരിക്കും മനുഷ്യനും മുൻപ് B12 അമിതമായ ആവശ്യകത ഉണ്ടായിരുന്നില്ല. എന്തെന്നാൽ നമ്മൾ മുൻപ് നേരത്തെ മരങ്ങളിൽ നിന്ന് പഴങ്ങൾ പറിച്ചു കഴിച്ചിരുന്നു. മണ്ണിൽ നിന്ന് നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ പിഴുത് കഴിച്ചിരുന്നു. അതുവഴി നമുക്ക് B12 ഡയറക്റ്റായി കിട്ടിയിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരുപാട് വൃത്തിയുള്ള ആൾക്കാരായി മാറിക്കഴിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. നമ്മളിപ്പോൾ പച്ചക്കറികൾ വാങ്ങിക്കൊണ്ടുവന്ന് നന്നായി കഴുകിയെടുക്കാറില്ലേ? അതുവഴി നമുക്ക് B12 നഷ്ടമാകുന്നു. B12 അത് മാംസത്തിൽ നിന്നല്ല കിട്ടുന്നത്, മണ്ണിൽ നിന്ന്. ശരിക്കും അത് മണ്ണിൽ നിന്നാണ് കിട്ടുന്നത്. മാംസത്തിന് പകരം നിങ്ങൾ കടയിൽ പോയി B12 വാങ്ങ്. B12 വിലക്കുറവാണ്. നമ്മുടെ വീട്ടിലെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വീട്ടിൽ ഏതെങ്കിലുമൊക്കെ സപ്ലിമെന്റ്സ് എടുക്കുന്നവരായിരിക്കും. നല്ല കാര്യമാണ്. ചിലർ വൈറ്റമിൻ D എടുക്കുന്നു, കാൽഷ്യം എടുക്കുന്നു. B12 എടുക്കൂ. മാംസത്തിന് പകരം B12 കടയിൽ പോയി വാങ്ങിക്കഴിക്കൂ. ഇതിനു ശേഷം വരുന്ന കാര്യം അത് ഇതാണ് ആചാര്യജി. എല്ലാവരും താങ്കൾ പറയുന്നത് കേട്ട് സസ്യാഹാരികളായി കഴിഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാ മരങ്ങളും നഷ്ടമാകും, ഒന്നും തന്നെ അവശേഷിക്കില്ല എന്ന്.
ഈ ഭൂമി എന്ന് പറയുന്നത് 800-1000 കോടി ആളുകളുള്ളതാണ്. ഇത്രയും വെജിറ്റേറിയൻസിനെ എങ്ങനെ അതിന് ഉൾക്കൊള്ളുവാനാകും? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇതിനെക്കുറിച്ച് ഞാൻ എത്ര തവണ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. എങ്കിലും ഞാനിന്ന് ഒന്നുകൂടി ആവർത്തിക്കാം അതിനെക്കുറിച്ച്. ഒരു മാംസാഹാരിയായ മനുഷ്യൻ ജീവനോടെ ഇരിക്കുവാൻ 50 മടങ്ങ് കൂടുതൽ മരങ്ങൾ ആവശ്യമാണ്. വെജിറ്റേറിയനായ ഒരു വ്യക്തിക്ക് ഒരു മരം ആവശ്യമാണെന്നതല്ല അതിനെ ഉപയോഗിക്കുന്നുവെന്നാൽ ഒരു മാംസാഹാരിയായ വ്യക്തിക്ക് വേണ്ടി 50ഓളം മരങ്ങൾ ഉപയോഗിക്കുന്നു. ആവശ്യം വരുമ്പോൾ നമ്മൾ അത് വെട്ടുന്നു, ഉപയോഗിക്കുന്നു, പോകുന്നു. മാംസാഹാരിയായ ഒരാൾക്ക് ഇത് മതിയാകുമോ? മാംസം വരുന്നത് ധാന്യത്തിൽ, ഗ്രെയിൻസിൽ നിന്ന് അല്ലെങ്കിൽ പുല്ലിൽ നിന്നാണ്. ആ പുല്ല് എവിടെ നിന്നാണ് വരുന്നത്? ഏതെങ്കിലും വയലിൽ നിന്ന്. ആ വയൽ എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങൾ പറയൂ, ആ വയൽ എവിടെ നിന്നാണ് വരുന്നത്? ആ കൃഷിക്ക് വേണ്ടി കാട് വെട്ടേണ്ടി വരും. ഭൂമി ഉണ്ടെങ്കിലേ കൃഷി ചെയ്യുവാൻ പറ്റൂ. പുല്ലായാലും ധാന്യമായാലും എന്തായാലും അതിനുവേണ്ടി കാടില്ലാതാക്കേണ്ടി വരും. വെജിറ്റേറിയൻസിന് വേണ്ടി മരങ്ങൾ മുറിക്കേണ്ടി വരും. കാട് നശിപ്പിക്കേണ്ടി വരുമെന്ന് പറയുന്നത് ഭ്രാന്തമായ കാര്യങ്ങളാണ്. കാട് നശിപ്പിക്കുന്നത് മാംസാഹാരികൾക്ക് വേണ്ടിയാണ്. മാംസാഹാരികൾക്ക് ഇത് അറിയുക പോലുമില്ല. മാംസം കഴിക്കുമ്പോൾ എത്ര മരങ്ങളാണ് മുറിക്കുന്നതെന്ന്. ശരിക്കും നമ്മുടെ ഈ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യത്തിന്റെ 70 മുതൽ 80% വരെ മൃഗങ്ങളെയാണ് കഴിപ്പിക്കുന്നത്. അതിനാൽ പിന്നീട് നിങ്ങൾക്ക് ആ മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കാം എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. ഭൂമിയുടെ എത്ര ശതമാനം ഏരിയയിൽ, പ്രദേശങ്ങളിലാണോ കൃഷി ചെയ്യുന്നത്, അതിന്റെ അതേ 70% മാംസാഹാരികൾക്ക് വേണ്ടിയാണ് കൃഷി ചെയ്യുന്നത്. ആ ധാന്യം മനുഷ്യൻ ഒരിക്കലും കഴിക്കില്ല, മൃഗങ്ങളാണ് കഴിക്കുന്നത്. അതിനാൽ നിങ്ങൾക്ക് മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കുവാൻ കഴിയും. ഇത് ഞെട്ടിക്കുന്നതാണ്. അത് നമ്മൾ അറിഞ്ഞാൽ മതി. അതായത് ഇത് എന്താണെന്ന് വെച്ചാൽ, കാരണം നമ്മുടെ മുന്നിൽ പ്ലേറ്റിലിരിക്കുന്ന മാംസം എത്ര വിലപ്പെട്ടതാണ്. പ്രകൃതിയെയും പരിസ്ഥിതിയെയും ഹത്യ ചെയ്തിട്ടാണ് വരുന്നത്. അതിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ ഞാൻ ഹെൽത്ത് കോസ്റ്റിനെ കുറിച്ച് അല്ല പറയുന്നത്. അതിനു മുന്നേ എൻവയോൺമെന്റ് കോസ്റ്റിനെ കുറിച്ച് തുടങ്ങി. അത് പിന്നീട് നോക്കാം. സർ, എൻ്റെ പക്കൽ കുറച്ച് ഡേറ്റയുണ്ട്. ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാ അതൊക്കെ. അത് ഞാൻ താങ്കളുടെ മുന്നിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരു മീറ്റ് ഈറ്ററായ വ്യക്തിയുടെ ഡയറ്റ് അതിന് 17 ടൈംസ് ഭൂമി വേണമെന്നാണ്. 14 ഇരട്ടി അവർക്ക് വേണ്ടി വെള്ളവും വേണം. സഹോദര, ഈ കാര്യങ്ങളൊക്കെ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ വലുതായി എഴുതി കാണിക്കണം, ആളുകളുടെ ബുദ്ധിക്കുള്ളിൽ പതിയുവാൻ വേണ്ടിയിട്ട്. വീണ്ടും പറയൂ, 17 ഇരട്ടി ഭൂമി വേണം നമുക്ക്. മാംസാഹാരിയായ ഒരാൾക്ക്, ഒരു മാംസാഹാരിയെ ജീവനോടെ നിലനിർത്തുന്നതിന് വേണ്ടി 17 മടങ്ങ് ഭൂമി വേണം ഒരു വെജിറ്റേറിയനെ അപേക്ഷിച്ച്. ഇത്രയും കൂടുതൽ അധ്വാനമുള്ളതും ചെലവുള്ളതും പ്രയാസമുള്ളതും ചെലവേറിയതുമാണ് ഒരു മാംസാഹാരിയായ വ്യക്തിയെ ജീവനോടെ നിലനിർത്തുക എന്നത്. 17 മടങ്ങ് ഭൂമിയാണ് വേണ്ടത്. 14 മടങ്ങ് അധികം വെള്ളവും വേണം. 14 മടങ്ങ് വെള്ളവും വേണം. ഒരു മാംസമുണ്ടാകുവാൻ വേണ്ടി വെള്ളം ധാരാളം വേണം. ഞാൻ പാചകം ചെയ്യുന്ന കാര്യമല്ല പറയുന്നത് ഇവിടെ. നിങ്ങൾ ആടിനെയോ പോത്തിനെയോ വെട്ടുന്നതിന് വേണ്ടി വളർത്തുന്നു. ചിന്തിക്കൂ, 500 കിലോ ഭാരമുള്ള ഒരു മൃഗത്തെ വളർത്തുവാൻ എത്ര വെള്ളം വേണ്ടിവരുമെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഒരു മൃഗം എഴുന്നേറ്റ് നിൽക്കുകയും നിങ്ങൾ ആ മൃഗത്തെ മുറിക്കുകയും ചെയ്യും. നിങ്ങൾ അറിയുക പോലുമില്ല എത്ര ചെലവായി കാണും. അത് കഴിച്ചിട്ട് വിളകൾ ഉണ്ടാക്കുന്നതിനും വെള്ളം വേണ്ടിവരും. വിളവുണ്ടാക്കുന്നതിലും വെള്ളം വേണ്ടിവരും. അതിന് 10 ഇരട്ടിയിൽ കൂടുതൽ എനർജിയും വേണ്ടിവരും. അധികം എനർജി ആവശ്യമായി വരും. ഞാനിത് പറയുന്നത്, നമ്മുടെ ലോകത്തിൽ എനർജിയും കുറവാണ്, വെള്ളവും കുറവാണ്, ലാൻഡും കുറവാണ്, വനവും കുറവാണ്, ക്ലീൻ എയർ കുറവാണ്. ഭൂമിയിൽ കുറവുള്ള എല്ലാ വസ്തുക്കളും ചിലവാകുന്നു. ഒരു മാംസാഹാരിയായ വ്യക്തിക്ക് വേണ്ട മാംസം ഇവിടെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട്. ഞാൻ ഇതിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാനിവിടെ പറഞ്ഞ ഡാറ്റ അമേരിക്കൻ ജേർണലിസ്റ്റ് ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ. ഈ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിൽ എഴുതുക. നമ്മൾ ഇതെല്ലാം വായുവിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് ആളുകൾ വിചാരിക്കും. ഓക്കെ. ഇത് കഴിഞ്ഞ് ഹാർവേഡ് പ്രൊഫസർ മെഡിസിന്റെ ഡോക്ടർ വോൾ വില്ലറ്റ് അദ്ദേഹം പറയുന്നത് ലോകത്തിലെ പട്ടിണിയുടെ പ്രശ്നത്തെ 40 മില്യൺ ടൺ ഫുഡ് കൊണ്ട് പരിഹരിക്കുവാൻ കഴിയുമെന്നാണ്. ഒരു മിനിറ്റ്, ഞാൻ ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടി പറയാം. എന്നുവെച്ചാൽ ഭൂമിയിൽ വസിക്കുന്ന എല്ലാവരുടെയും വയറ് നിറയ്ക്കുവാൻ വേണ്ടിയിട്ട് 40 മില്യൺ ഫുഡ് അല്ലെങ്കിൽ ധാന്യം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാ വിശപ്പും ശാന്തമാക്കുവാൻ കഴിയും നമ്മളെക്കൊണ്ട്. 40 മില്യൺ ടൺ ധാന്യം കൊണ്ട്. ശരിയാണ്. എന്നിട്ടും നമ്മളിപ്പോൾ 760 മില്യൺ ധാന്യം നമ്മുടെ മൃഗങ്ങളെ കഴിപ്പിക്കുന്നുണ്ട്.
ശരി, 760 മില്യൺ ടൺ ധാന്യം കൊണ്ട് നമ്മൾ മൃഗങ്ങളുടെ വിശപ്പ് മാറ്റുന്നു. എന്നാൽ 40 മില്യൺ ടൺ ധാന്യമുണ്ടെങ്കിൽ ഈ ലോകത്തിലെ മുഴുവൻ ആൾക്കാരുടെയും വിശപ്പ് മാറ്റുവാൻ കഴിയും. ഒരു മാംസാഹാരിയായ വ്യക്തി എത്ര ആൾക്കാരെ വിശന്നു മരിക്കുവാനുള്ള കുറ്റക്കാരനായി മാറുകയാണ്. 760 മില്യൺ ടൺ ധാന്യം നമ്മൾ ആ മൃഗങ്ങൾക്ക് കൊടുക്കുകയാണ്. അവരുടെ മാംസം പിന്നീട് മാംസാഹാരികളായ ആളുകൾ കഴിക്കും. ലോകത്തിലെ ഏറ്റവും ചെറിയ കുട്ടികൾ വരെ വിശന്നിരിക്കുകയാണ്. കൂടാതെ അവർ പോഷകാഹാരക്കുറവിന്റെ ഇരകളുമാണ്. അവർക്കെല്ലാം പര്യാപ്തമായ രീതിയിൽ പോഷണവും ആഹാരവും നൽകുവാൻ കഴിയും 40 മില്യൺ ഫുഡ് ധാന്യം കൊണ്ട്. എന്നാൽ ഏകദേശം അതിനേക്കാൾ 20 മടങ്ങ് നമ്മൾ മൃഗങ്ങളെ കഴിപ്പിക്കുകയാണ്. 760 മില്യൺ ടൺ. ഇക്കാര്യം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മനസ്സിൽ അച്ചടിക്കണം, നല്ലവണ്ണം പതിപ്പിച്ചു വയ്ക്കണം മനസ്സിൽ. കൂടാതെ ഇക്കാര്യം എല്ലാവർക്കും അറിയാം, മാംസാഹാരികളായ മനുഷ്യർക്ക് അവരുടെ ശരീരത്തിൽ ഒരുപാട് ദൂഷ്യഫലങ്ങളും ഉണ്ടാകാറുണ്ടെന്ന്. ഹേർട്ട് ഡിസീസ്, ഡയബറ്റീസ്, അതിനെക്കുറിച്ചുള്ള ഡേറ്റയാണ് വീഗൻ ഡയറ്റിലേക്ക് നീങ്ങുകയും ശുദ്ധമായ സസ്യാഹാരത്തിലേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്താൽ 8.1 ദശലക്ഷം മരണങ്ങൾ വർഷത്തിൽ കുറയുമെന്നതാണ്. 81 ലക്ഷം മരണങ്ങൾ ഓരോ വർഷവും കുറയും. അടുത്തത് പറയുന്നത് അവർ ആരോഗ്യ സംരക്ഷണത്തിനോ അൺപെയ്ഡ് കെയറിനോ അല്ലെങ്കിൽ ആളുകൾക്ക് അസുഖം മൂലം ജോലി ചെയ്യുവാൻ കഴിയാത്തവരോ അതിൽ നിന്ന് 700 മുതൽ 1000 മില്യൺ ഡോളർ വരെ ഓരോ വർഷവും നമുക്ക് ലാഭിക്കുവാൻ കഴിയുമെന്നാണ്. ഒന്നൊന്നായിട്ട് പറയൂ, മറന്നുപോകും. ഒന്നാമതായി ഓരോ വർഷവും 81 ലക്ഷം ആളുകൾ കുറയും. കുറയും. കൂടാതെ ഓരോ വർഷവും ഇത്രയും ജീവനുകൾ രക്ഷിക്കുവാൻ കഴിയും കേവലം മാംസാഹാരം ഉപേക്ഷിക്കുന്നതിലൂടെ. മാംസാഹാരം 81 ലക്ഷം മരണങ്ങളുടെ കുറ്റക്കാരനാണ്. 81 ലക്ഷം മരണങ്ങളുണ്ടാകുന്നു. നമ്മൾ മാംസാഹാരം കഴിക്കുന്നതിലൂടെ ഇതെല്ലാം ഡയറക്റ്റ് ഡെത്തുകളാണ്. ഇതെല്ലാം ഡാറ്റാസാണ്. ഇതിൽ നമ്മൾ കൂടുതലൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. മാംസാഹാരികൾ കാരണം അന്നം അല്ലെങ്കിൽ ധാന്യം കിട്ടാതെ മരിച്ചവരുടെ എണ്ണം നമ്മൾ കൂട്ടിയിട്ടില്ല. ഇത് ഡയറക്റ്റ് ഡെത്ത് മാത്രമാണ്. അവരെയും കൂടെ കൂട്ടിയാൽ കോടിക്കണക്കിന് ആളുകളെ കൂടി കൂട്ടേണ്ടി വരും. അടുത്ത കാര്യം എന്താണ്? അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരോഗ്യ സംരക്ഷണത്തിനും അൺപെയ്ഡ് പരിചരണത്തിനും അല്ലെങ്കിൽ അസുഖം മൂലം നഷ്ടപ്പെടുന്ന തൊഴിൽ ദിനങ്ങൾക്കുമായി ചെലവഴിക്കേണ്ട പണത്തിൽ പ്രതിവർഷം 700 മുതൽ 1000 ബില്യൺ ഡോളർ വരെ ലാഭിക്കുവാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് പണം ലാഭിക്കാം. അങ്ങനെയാണ് ഈ ഡേറ്റകളൊക്കെ പറയുന്നത്. 1000 ബില്യൺ ഡോളറാണ് ഓരോ വർഷവും നോൺ വെജിറ്റേറിയന്മാർക്ക് ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിനായി ചെലവഴിക്കുന്നത്. ഇതിൽ വരുന്ന ചികിത്സാ ചെലവ് അൺപെയ്ഡ് ആണ്. അൺപെയ്ഡ് എന്താണ്? അൺപെയ്ഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അസുഖമാണ്, നിങ്ങളുടെ മകനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ ഒക്കെ നിങ്ങളെ പരിചരിക്കുന്ന തിരക്കിലാണ്. 1000 ബില്യൺ ഡോളർ എത്രയാണ്? ഇതിനായി നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയുടെ മൊത്തം സമ്പദ് വ്യവസ്ഥ നിലവിൽ 3000 ബില്യൺ ഡോളറാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ മൂല്യം 3000 ബില്യൺ ഡോളറാണ്. ലോക സമ്പദ് വ്യവസ്ഥയിലെ 1000 ബില്യൺ ഡോളർ. ഇതെത്ര വലിയ കണക്കാണ്! നമ്മുടെ ജഡമോഹത്തെ നിയന്ത്രിച്ചാൽ മാത്രം വളരെ അധികം രക്ഷിക്കുവാനാകും നമുക്ക്. ദാരിദ്ര്യം എത്രത്തോളം കുറയുമെന്ന് സങ്കല്പിക്കുക. അതായത് നമ്മുടെ ഈ ലോകത്തിലെ ഈ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണം മാംസാഹാരത്തിനോടുള്ള ആർത്തിയാണ്. അത് നമ്മൾ കുറയ്ക്കണം. അത് കുറച്ചാൽ മാത്രമേ നമ്മുടെ ഈ ലോകത്ത് നേട്ടമുണ്ടാവുകയുള്ളൂ. നമ്മൾ ആ ഒരു പാതയിലേക്ക് വരണം. മാംസാഹാരം ഉപേക്ഷിക്കണം. അതെങ്ങനെയാണ് പറയുന്നത് സർ? എൻവയോൺമെന്റൽ ഡാമേജ്, മെഡിക്കൽ ഡാമേജ്, സബ് ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും ലോകത്തിലെ GDP-യുടെ ഒരു ഭാഗം മാംസാഹാരത്തിൻ്റെ സർവീസിങ്ങിന് വേണ്ടി മാത്രമാണ് പോകുന്നതെന്ന്. ഒന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കണക്കും കിട്ടും. ഇതാണ് വാസ്തവം. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, മാംസം കഴിക്കുന്നതിൽ നിന്ന് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നു. രണ്ടാമത്തെ വലിയ കാരണം ശരിക്കും മാംസാഹാരമാണ്. പക്ഷെ മാംസാഹാരം കഴിക്കുന്ന ആളുകൾ ഇതൊന്നും അറിയുന്നില്ല. അവർക്ക് ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടാകില്ല. അവരോട് ആരും പറയുന്നുമില്ല. അവരിക്കാര്യങ്ങൾ ഗൗനിക്കുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനം മൂലം ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് എത്ര കോടിക്കണക്കിന് ഡോളർ നഷ്ടപ്പെടുന്നുവെന്ന് നമുക്കറിയാം. അതിനാൽ ഇവിടെ ദാരിദ്ര്യം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ? അതായത് നിങ്ങൾ ശരിക്കും ഇവിടെ നിന്ന്, നമ്മുടെ രാജ്യത്ത് നിന്ന് ദാരിദ്ര്യം തുടച്ചു നീക്കണമെന്ന്
ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് മാംസാഹാരം ഉപേക്ഷിക്കുക എന്നതാണ്. അതുവഴി നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്? നമുക്ക് മാത്രമല്ല, ഈ സമൂഹത്തിന് ഒന്നാകെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്? ഉദാഹരണത്തിന് നിങ്ങൾ മാംസ വ്യവസായം $50 ദശലക്ഷം വിലമതിക്കുന്നു. അത് ഏകദേശം $50 ദശലക്ഷം. നിങ്ങൾക്ക് അതിൽ 10% മാർജിൻ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് $5 ബില്യൺ ലാഭം ലഭിക്കുന്നു. താരതമ്യപ്പെടുത്തുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ കാരണം നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കഴിഞ്ഞ വർഷം എത്രത്തോളം നഷ്ടമുണ്ടായെന്നുള്ള കണക്ക് നിങ്ങൾക്കറിയാമോ? $150 ദശലക്ഷം നഷ്ടമുണ്ടായി. താരതമ്യപ്പെടുത്തിയാൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ 30 മുതൽ 40% വരെ ഈ മാംസാഹാരമാണ്. മാംസാഹാരവും ഡയറിയും, അതായത് അനിമൽ ഫാമിംഗ്, മാംസാഹാരവും ഡയറിയും ഒരുമിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ 1/3 കാരണമാണ്. 1/3. മറ്റുള്ളവ വേറെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. ട്രാൻസ്പോർട്ടേഷൻ, ഫോസിൽ ഫ്യൂംസ്. അതായത് കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് $150 ബില്യൺ നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 1/3 മാംസാഹാരം കാരണം $50 ബില്യൺ. നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കാരണം നമുക്ക് $50 ദശലക്ഷം നഷ്ടമുണ്ടായിട്ടുണ്ട്. കൂടാതെ മാംസാഹാരത്തിൽ നിന്ന് നമുക്ക് എത്ര സാമ്പത്തിക നേട്ടമുണ്ട്? അതായത് $5 ദശലക്ഷം. അപ്പോൾ മാംസാഹാരത്തിൽ നിന്ന് സമ്പദ് വ്യവസ്ഥയിൽ പണം വരുന്നില്ലേ? മാംസാഹാരത്തിൽ നിന്ന് സമ്പദ് വ്യവസ്ഥയിൽ $1 വരുന്നുണ്ടെങ്കിൽ $10 നഷ്ടവും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ലോസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ ലോസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾക്ക് മാംസാഹാരത്തിൻ്റെ ചെലവ് അളക്കണമെങ്കിൽ നിങ്ങൾക്ക് എൻവയോൺമെൻ്റൽ കോസ്റ്റ് അളക്കേണ്ടി വരും, ഹെൽത്ത് കോസ്റ്റ് അളക്കേണ്ടി വരും. സമ്പദ് വ്യവസ്ഥയിൽ ഇന്ന് നടക്കുന്ന എല്ലാ ഒപ്റ്റിമൽ ഡിസ്ട്രിബ്യൂഷൻ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് കോസ്റ്റും അളക്കേണ്ടി വരും. മാംസാഹാരത്തിൽ നിന്ന് സമ്പദ് വ്യവസ്ഥയ്ക്ക് എത്രമാത്രം നഷ്ടമുണ്ടാകുന്നുണ്ടെന്ന്. ഭാരതത്തെ ദരിദ്രരാക്കി വയ്ക്കുന്നതിൽ മാംസാഹാരത്തിൻ്റെ റോൾ കൂടിക്കൂടി വരികയാണ്. നമ്മൾ ഈ എക്സ്പോർട്ട് ചെയ്യുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് എക്സ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് റോൾ ലഭിക്കുന്നില്ല എന്നാണ്. തുടർച്ചയായി നമ്മൾ മാംസം എക്സ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ സർക്കാർ ചിന്തിക്കുന്നത് ജീവനുള്ള മൃഗങ്ങളെ എക്സ്പോർട്ട് ചെയ്യാമെന്നാണ്. പിങ്ക് റെവല്യൂഷൻ എന്ന് വെച്ചാൽ മാംസം, ബ്ലൂ റെവല്യൂഷൻ എന്ന് വെച്ചാൽ മത്സ്യം. നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചെറിയ ബുദ്ധിയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നതിലൂടെ നമുക്ക് നേട്ടമുണ്ടാകുന്നു എന്നാണ്. നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നില്ല. മാംസത്തിൻ്റെ വഴിയിലൂടെ നിങ്ങൾ സമ്പാദിക്കുന്ന $1, അത് കൺസപ്ഷൻ ആയാലും എക്സ്പോർട്ട് ആയാലും അതിലൂടെ കാരണം നിങ്ങൾ $10 നഷ്ടപ്പെടുത്തുന്നത്. നിങ്ങൾ ഈ ലളിതമായ സാമ്പത്തിക ശാസ്ത്രം നമ്മുടെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ദാരിദ്ര്യമില്ലാതാക്കണമെങ്കിൽ മാംസാഹാരം ഒഴിവാക്കേണ്ടി വരും. നോൺ വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഏറ്റവും വലിയ കാരണം. ഇതിൽ ഞാനൊരു കാര്യം കാണുകയായിരുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ കാലാവസ്ഥാ വ്യതിയാനം മൂലം സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു. ന്യൂയോർക്ക് ടൈംസിൽ തന്നെ ഒരു ലേഖനത്തിൽ ഇക്കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 2021 മുതൽ തന്നെ ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ ആഘാതം അത് 11 മുതൽ 14% വരെയാണ്. 14%? മൊത്തം GDP-യിൽ, ടോട്ടൽ GDP-യിൽ മൊത്തം GDP-യിൽ 11 മുതൽ 14% എന്തായി? മൊത്തവും കുറയുവാൻ തുടങ്ങി. എന്തുകൊണ്ട്? ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്. ഈ വിഷയത്തെയൊക്കെ ഇവിടെ എഴുതി വച്ചേക്കൂ. ഒരിക്കലും മറക്കാൻ പാടില്ല. ഗ്ലോബൽ ഇക്കണോമിയുടെ 11 മുതൽ 14%. എങ്കിൽ നിങ്ങൾ ഇന്ത്യയെ $3.5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി കണക്കാക്കുകയാണെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഓരോ വർഷവും $300 ബില്യൺ എങ്കിലും നഷ്ടപ്പെടുവാൻ തുടങ്ങിയിരിക്കുന്നു. ചെറിയ കണക്കല്ല, നിസ്സാരമല്ല. $300 മില്യൺ. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും വലിയ കാരണം മാംസാഹാരമാണ്. ഇക്കാര്യവും മനസ്സിൽ വയ്ക്കുക. ഇക്കാര്യവും നല്ലവണ്ണം ബുദ്ധിയിൽ സൂക്ഷിക്കുക. നിങ്ങൾ ക്ലൈമറ്റ് ആക്ഷനെക്കുറിച്ച് പറയുന്നു. നിങ്ങൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞു വിളിക്കുന്നു. ക്ലൈമറ്റ് പാറ്റേൺസ് ചേഞ്ച് ആകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നു. ഇന്ന് നല്ല ചൂടായി, മോശം കാലാവസ്ഥയായി, മഴ പെയ്തു, ഇതെല്ലാം സംഭവിച്ചു, ഇത്രയും തണുപ്പ് പെട്ടെന്ന് എവിടെ നിന്ന് വന്നു, നിങ്ങൾ ഇതെല്ലാം പറയുന്നു. ഇതിന് പ്രധാന കാരണം മാംസാഹാരമാണ്. ഇക്കാര്യം മീഡിയ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരില്ല. എഡ്യൂക്കേഷനിൽ പോലും ഇക്കാര്യങ്ങൾ പറയുന്നില്ല. ഈ കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കുന്നു. എന്തിനാണ് ഒളിച്ചു വയ്ക്കുന്നത്?
സർക്കാരിൻ്റെ സ്വാർത്ഥതയാണ്. അതായത് ഓർഗനൈസ്ഡ് എന്നുവെച്ചാൽ ഓർഗനൈസ്ഡ് സ്ലോട്ട് ഇൻഡസ്ട്രി, മീറ്റ് ഇൻഡസ്ട്രി, പ്രോസസ്ഡ് ഫുഡ്സ് ഇൻഡസ്ട്രി, ഡയറി ഇൻഡസ്ട്രി, ഇവരുടെയൊക്കെ ഏറ്റവും വലിയ സ്വാർത്ഥത മൂലമാണ് നിങ്ങളിൽ നിന്നും സത്യം ഒളിച്ചു വയ്ക്കുന്നത്. നിങ്ങളോട് പറയില്ല. ഭാരതത്തിൻ്റെ, വിശ്വത്തിൻ്റെ പട്ടിണിയും എല്ലാ തരത്തിലുമുള്ള അനിമൽ പ്രോഡക്ട്സ് ആയ പാലിൻ്റെയോ മാംസത്തിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ രോമത്തിൻ്റെയോ കൺസപ്ഷനാണ്. ഇവിടെ പാലോ മാംസമോ ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് ഇവരൊക്കെ വിചാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു വശത്ത് നിന്ന് ഡാറ്റ പറയുന്നില്ല എന്ന കാര്യം പറഞ്ഞപ്പോൾ കുറച്ചു മുൻപ് വായിച്ച ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. ക്ലൈമറ്റ് ചേഞ്ചിന് റിലേറ്റഡ് റിസർച്ച് പേപ്പേഴ്സിൽ അതിൽ ഏഷ്യ പസഫിക്കിന്റെ മാത്രം കോൺട്രിബ്യൂഷൻ 2% ആണ്. ഏത് തരത്തിലാണ് ശരിക്കും ക്ലൈമറ്റ് ചേഞ്ച് എഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. റിസർച്ച് പേപ്പറിൻ്റെ 2% എന്ന് പറഞ്ഞത് ആരും അങ്ങനെ ഏഷ്യയുടെയും പസഫിക്കിൻ്റെയും കോൺട്രിബ്യൂഷൻ 2% ആണെന്ന് ചിന്തിക്കണ്ട. പറയുന്നത് 100 ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചാൽ ഇത് ഏഷ്യ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഏഷ്യ പസഫിക് മേഖലയാണ്. ഇതിൽ 2 ഗവേഷണ പ്രബന്ധങ്ങൾ, അതായത് ഈ സ്ഥലങ്ങളിൽ ഗവേഷണം നടക്കുന്നില്ല. ക്ലൈമറ്റ് ചേഞ്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഏറ്റവും വലിയ കാരണവും മാംസാഹാരമാണ്. ഇക്കാര്യവും നമുക്ക് അമേരിക്കക്കാരും യൂറോപ്പുകാരും ഒക്കെയാണ് പറഞ്ഞു തരുന്നത്. ഭാരതത്തിൽ ഇതിനെക്കുറിച്ച് റിസർച്ച് പോലും ചെയ്യുന്നില്ല. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലും സർക്കാർ സ്ഥാപനങ്ങളിലും പോലും നടക്കുന്നില്ല. സർക്കാരിന് ഇതിൽ തൻ്റേതായ എന്തോ സ്വാർത്ഥതയുണ്ട് ഈ ഡേറ്റ മറച്ചുവെക്കുന്നതിൽ. ഒന്നിനു പുറകെ ഒന്നായി സർക്കാരുകൾ ഇന്ത്യയിൽ വരികയും ഇന്ത്യയെ ലോകത്തിനു മുന്നിൽ കശാപ്പുകാരൻ്റെ ഭക്ഷണമാകുന്ന തരത്തിലുള്ള നയങ്ങൾ തുടർച്ചയായി ഉണ്ടാക്കുകയും ചെയ്യുന്നു. ലോകത്തിൻ്റെ കശാപ്പ് കടയായി മാറുകയാണ് ഇന്ത്യ. ഇന്ത്യ ആഫ്റ്റർ സ്ലോട്ടർ ഹൗസ് ഓഫ് ദി വേൾഡ്. ഏത് മാംസമാണ് നിങ്ങൾ കഴിക്കുവാൻ ആഗ്രഹിക്കുന്നത്? ഞങ്ങളത് ഇന്ത്യയിൽ വെട്ടി നിങ്ങൾക്ക് കൂടുതൽ കയറ്റുമതി ചെയ്യും. അതെങ്ങനെ കഴിയും? ഇവർക്കിത് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല. ഭാരതത്തിലെ എവിടെയാണോ ഹിന്ദുമതം, സിഖ് മതം, ജൈനമതം, ബുദ്ധമതം എന്നിവയുള്ളത്, ഇങ്ങനെയുള്ള വലിയ മതങ്ങൾ നിരന്തരം അഹിംസയെക്കുറിച്ച് സംസാരിക്കുന്നു, അനുകമ്പയെക്കുറിച്ച് സംസാരിക്കുന്നു. അതിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതിക്കാരനായി. ഇതെങ്ങനെ സംഭവിക്കും? ഇത് പൈസയോടുള്ള ആർത്തിയും ഫലങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയുമാണ്. പണത്തോടുള്ള നമ്മുടെ മോഹം എത്രമാത്രം വിലമതിക്കുന്നുവെന്ന് നമുക്കറിയില്ല. ഇക്കാരണത്താൽ നമ്മുടെ ബോധം വീഴുക മാത്രമല്ല, പണം പോലും ലഭിക്കുന്നില്ല. മറിച്ച് നാം ദരിദ്രരായിത്തീരുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പച്ചക്കറികളുടെ വില കൂടിയെന്ന് വളരെ വലിയ വാർത്ത വന്നു. എന്നാൽ പച്ചക്കറികളുടെ വില കൂടിയതും ഇത്രയും എക്സ്ട്രീം വെതർ ഈവൻസ് ഉണ്ടാകുന്നു, മഴ കൂടുതലായി പെയ്തു, ചൂട് കൂടുതൽ അനുഭവപ്പെട്ടു, ഇതൊന്നും പക്ഷെ ആരും ചൂണ്ടിക്കാണിക്കുന്നില്ല. ഈ എക്സ്ട്രീം വെതർ ഈവൻസ് വരുന്നത് ഞാൻ ആളുകൾക്ക് വേണ്ടിയാ പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ഗോതമ്പ് വിളയുണ്ട്, അല്ലെങ്കിൽ വേനൽക്കാലത്ത് കനത്ത മഴ പെയ്യുന്നു, മാമ്പഴം മോശമായി, മാമ്പഴത്തിന് വില കൂടുതലായി. സാധാരണക്കാരന് മാമ്പഴത്തിൽ അത്ര മതിപ്പുണ്ടാകില്ല. സാധാരണക്കാരിൽ കൂടുതൽ വ്യത്യാസം വരുന്നത് തക്കാളി, ഉള്ളി, പയർ എന്നിവയിലാണ്. ഇവയുടെയെല്ലാം വില വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? വില വർദ്ധിക്കുന്നത് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണ്. സീസൺ അല്ലാതെ മഴ പെയ്യുക, മഴ പെയ്യുന്നില്ല, അല്ലെങ്കിൽ എക്സ്ട്രീം ഹീറ്റ് ഉണ്ടായി, അല്ലെങ്കിൽ വളരുവാൻ കഴിയാത്ത സ്ഥലത്ത് വളർന്നതുകൊണ്ട്. ഇക്കാരണങ്ങളാൽ വിള നശിപ്പിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് ശരിക്കും കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നത്? ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണ് സംഭവിക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നത് നിങ്ങൾ ഫോസിൽ ഫ്യൂവൽസ് പുറത്തുവിടുമ്പോൾ അതിൽ നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെട്ടിരിക്കുന്നു, ഇലക്ട്രിസിറ്റി ഉൾപ്പെട്ടിരിക്കുന്നു, കോൾ ഫയർ പ്ലാന്റ് ഉൾപ്പെട്ടിരിക്കുന്നു. അവയ്ക്കെല്ലാം ശേഷം അല്ലെങ്കിൽ സമാന്തരമായി സംഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം ഒന്നു തന്നെയാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അതോടൊപ്പം ശരിക്കും ഇതൊക്കെ അനിമൽ ഫാമിങ്ങിൽ നിന്നാണ് വരുന്നത്. എവിടെ നിന്ന്? അനിമൽ ഫാമിങ്ങിൽ നിന്ന്. നമ്മൾ മൃഗങ്ങളെ വളർത്തുന്ന മൃഗങ്ങൾ അവിടെ നിന്ന് പാലിനോ തൈരിനോ ലസിക്കോ മാംസത്തിനോ വേണ്ടിയാണ്. അവിടെ നിന്നാണ് വരുന്നത്. മാംസാഹാരിയായിട്ടുള്ള വ്യക്തിയുടെ മാംസത്തോടുള്ള ആസക്തിയാണ് പച്ചക്കറികളുടെ വില കൂടുവാനുള്ള കാരണം. പക്ഷേ പാവം വീട്ടമ്മയുടെ അടുക്കളയിലാണ് ഏറ്റവും അധികം പരിക്കേൽക്കുന്നത്. അവർക്കിത് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ പച്ചക്കറികളുടെ വില വർദ്ധിച്ചു, പഴങ്ങളുടെ വില വർദ്ധിച്ചു, ധാന്യങ്ങളുടെ വില വർദ്ധിച്ചു. അവർ സ്വയം ഇത് മനസ്സിലാക്കുന്നില്ല. കാരണം അവർ ഒരു സസ്യഭുക്കാണ്. എന്നാൽ അവരുടെ അടുക്കളയിൽ ആഹാരമില്ലാത്തത് അയൽക്കാരൻ മാംസം കഴിക്കുന്നതിനാലാണ്. ഈ മാംസാഹാരിയായ വ്യക്തി തനിക്ക് മാത്രമല്ല, സമൂഹത്തിന് ആകെ ഭാരമാണ്. ഇക്കാര്യം ഞാൻ സ്പിരിച്വൽ ആംഗിളിലല്ല, എക്കണോമിക് ആംഗിളിലാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ?
ഞാനിപ്പോൾ സംസാരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഗ്ലോബൽ GDP ഇതിനകം തന്നെ കുറയുവാൻ തുടങ്ങിയിരിക്കുന്നു. 2050ഓടെ ആഗോള GDP പ്രതിവർഷം 23 ട്രില്യൺ കുറയുമെന്ന അതിന്റെ കൂടുതൽ പ്രവചനം. ആഗോള GDPക്ക് $23 ട്രില്യൺ നഷ്ടം പരിഗണിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഇന്ത്യയുടെ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ ഏകദേശം 16%. ലോകത്ത് 800 കോടി, ഇന്ത്യയിൽ 140 കോടി, 16% ഉണ്ടായി. ലോക ജനസംഖ്യയുടെ 16% ഇന്ത്യയിലുണ്ട്. ലോകത്തിന്റെ മൊത്തം GDPയുടെ 4-5% നിലവിൽ ഏകദേശം 4% GDP ഭാരതത്തിൻ്റെതാണ്. ഇന്ത്യയിൽ തന്നെ 2050ഓടെ ലോകത്തിലെ ഏകദേശം 8 മുതൽ 10% GDP ഇന്ത്യയിൽ നിന്നായിരിക്കുമെന്ന് കരുതുക. 2050 ആകുമ്പോഴേക്കും ഇത് ഇന്ത്യയിൽ നിന്ന് വരും. $23 ട്രില്യൺ നഷ്ടം വരും ലോക GDPക്ക്. 8-10% ഇന്ത്യയിൽ നിന്നാണ്. $23 നഷ്ടം വരും ലോക GDPക്ക്. അപ്പോൾ ഏകദേശം $2 ട്രില്യൺ നഷ്ടം വരും. $2 ട്രില്യൺ. അതെ സർ, ശരിയാണ്. $2 ട്രില്യൺ ഇന്ത്യയുടെ നിലവിലെ GDPയുടെ 60 മുതൽ 70% നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇത്രയും വലിയ സാമ്പത്തിക ആഘാതമാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും മാംസാഹാരവും തികച്ചും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന കാര്യം മറക്കരുത്. കാലാവസ്ഥാ വ്യതിയാനം മാംസാഹാരത്തേക്കാൾ ക്ലൈമറ്റ് ചേഞ്ചിങ് ഉത്തരവാദിത്തമായി ഞാൻ കണക്കാക്കുന്നത് പോപ്പുലേഷനാണ്. കാരണം കാലാവസ്ഥാ വ്യതിയാനം വരുത്തുന്നത് കൺസംപ്ഷനിലൂടെയാണ്. കൺസംപ്ഷൻ ചെയ്യുവാൻ ഉപഭോക്താവ് അല്ലെങ്കിൽ കൺസ്യൂമർ ആവശ്യമാണ്. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത അത്തരമൊരു അഗ്നിപർവ്വതത്തിൻ്റെ വായിൽ നമ്മൾ നിൽക്കുകയാണ്. ആരെങ്കിലും മൃഗങ്ങളെ കൊല്ലരുതെന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നത്, ഹേയ്, അവൻ മോറൽ അല്ലെങ്കിൽ ധാർമ്മികമായി സംസാരിക്കുന്നു. ഇതൊരു മോറൽ അല്ലെങ്കിൽ ധാർമ്മികമായ കാര്യം മാത്രമല്ല, ഇത് ഒരു സാമ്പത്തിക കാര്യവുമാണ്. ഇതിന് പിന്നിൽ എക്കണോമിക് ആർഗ്യുമെൻ്റ് ഉണ്ട്. സഹോദര, അതെങ്കിലും മനസ്സിലാക്ക്. ഈ വിഷയത്തിൽ ഞാൻ ഒരു കാര്യം കൂടി വായിച്ചു. പലരും പറയുന്നത് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന്. ദുരന്തത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് ആദ്യമായി സംഭവിക്കുന്നില്ല. ഇതേ ദുരന്തം ഭൂമിയിൽ പലതവണ സംഭവിച്ചിട്ടുണ്ട്. സഹോദര, മുമ്പ് എപ്പോഴൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, ഇത്തവണ മനുഷ്യൻ കാരണം സംഭവിച്ചിട്ടില്ല. ഇത്തവണ അതിനെ AGW എന്ന് വിളിക്കുന്നു. ആന്ത്രോജനിക് ഗ്ലോബൽ വാർമിംഗ് എന്നത് GW മാത്രമല്ല, AGW ആണ്. ആന്ത്രോജനിക് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കാരണം ഉണ്ടാകുന്നത്. മുൻപ് 5 മാസ് എക്സ്റ്റൻഷനുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 3 എണ്ണം ഇക്കാരണം മൂലമാണ് നടന്നത്. ഏത് കാരണത്താൽ? 6ാമത്തെ മാസ് എക്സ്റ്റൻഷൻ നടക്കുന്നത് അപ്പോൾ എന്ത് കാരണമായിരിക്കും? ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് കൂടാതെ മറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ കൂടുതൽ. അതാണ് കാരണം. ആ ആധിക്യം മൂലം മുൻപ് 5 തവണ ഭൂമിയിൽ നിന്ന് ജീവൻ പൂർണ്ണമായി നശിച്ചു. മുഴുവനും മുൻപ് 5 തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇത്തവണ അത് സ്വാഭാവികമായ യാദൃച്ഛികമായ കാരണങ്ങളാൽ സംഭവിക്കുന്നില്ല. ഇത്തവണ അത് സംഭവിക്കുന്നത് മനുഷ്യർ മൂലമാണെന്നതാണ്. ഇത്തവണ അന്തരീക്ഷത്തിൽ എക്സ്ട്രാ കാർബൺ ഉണ്ടായത് അത് മനുഷ്യനാണ് ചെയ്തത്. രണ്ടാമത്തെ കാര്യം, ആദ്യം 5 തവണ ഉണ്ടായപ്പോൾ മനുഷ്യനില്ലായിരുന്നു. അതുകൊണ്ടാണ് 5 തവണ സംഭവിച്ചത്. അന്ന് മനുഷ്യനില്ലാത്തതിനാൽ ഇത്തവണ പറയുന്നത് മുൻപ് 5 തവണ സംഭവിച്ചു, 6ാമത് സംഭവിക്കും. 6ാമത് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? 6ാം തവണ സംഭവിക്കുന്നതിനുള്ള വ്യത്യാസം. ഒരിക്കൽ ഇടിഞ്ഞു വീണതല്ലേ, ഇനി ഒരിക്കൽ കൂടി വീണാൽ എന്ത് സംഭവിക്കും? ഇത്തവണ വീട് നിനക്കുള്ളതാണ്, തലയും നിനക്കുള്ളതാണെന്നതാണ് വ്യത്യാസം. മുൻപ് പോലും വീടുകൾ ഇടിഞ്ഞു വീഴാറുണ്ട്. നിങ്ങൾ പറയുന്നു, ശരിയാണ് ആചാര്യജി, വീടുകൾ ഇടിഞ്ഞു വീഴുന്നു. ഒരിക്കൽ കൂടി വീട് തകർന്നാൽ എന്താണ് ഇത്തവണ തകരുക? അല്ലെങ്കിൽ നിങ്ങളുടെ നാവിൻ്റെ സ്വാർത്ഥത കാരണം നിങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? ഈ വ്യത്യാസം, ഇത്തവണ വീട് നിങ്ങളുടേതാണ്, തലയും നിങ്ങളുടേതാണ്. ഇവിടെ നിങ്ങളുടെ തലയിലേക്ക് മേൽക്കൂര തകർന്നു വീഴുവാൻ പോകുന്നു. മുമ്പ് 5 തവണ ഇതൊക്കെ സംഭവിച്ചതല്ലേ എന്ന് വാദിച്ചാൽ നിങ്ങൾ മണ്ടനാണ്. ഇത് മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ടല്ല, പ്രകൃതിയുടെ ഒരു തന്ത്രം മാത്രമാണെന്ന് അവർ എവിടെയോ പറയുവാൻ ശ്രമിച്ചു. ഇക്കുറി എന്തും സംഭവിക്കുന്നത് മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ടാണെന്ന് അതെ, തർക്കത്തിന് അതീതമായി ഇത് തെളിയിക്കപ്പെട്ടു. അതെ, ആന്ത്രോപോജനിക്. ഈ വിഷയത്തിൽ പലരും അവരുടെ ജീവിതത്തിൽ നിന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നോക്കൂ, എൻ്റെ മുത്തശ്ശനെ ഞാൻ കണ്ടിട്ടുണ്ട്.
അദ്ദേഹവും മാംസം കഴിച്ചിരുന്നു, ഇത്രയും വയസ്സുവരെ ജീവിച്ചു, അദ്ദേഹത്തിന്റെ ജീവിതം നല്ലതായിരുന്നു. അപ്പോൾ ഇപ്പൊ എന്താണ് പ്രശ്നമെന്ന്? സാമ്പിൾ വലിപ്പം 1 തുല്യമാണെന്നതിൽ നിന്ന് അവൻ ഒരിക്കലും നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നില്ല എന്നതാണ് വിദ്യാസമ്പന്നരായ ഒരു മനുഷ്യന്റെ അടയാളം. ഒരു വ്യക്തിയെ നോക്കി ഒരു നിഗമനത്തിലേക്ക് എത്തുവാൻ കഴിയില്ല. ഒരു വലിയ സാമ്പിൾ എടുത്താണ് അത് ചെയ്യുന്നത്. നിങ്ങൾക്ക് മുഴുവൻ ജനസംഖ്യയും എടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു വലിയ സാമ്പിൾ എടുക്കുക. അങ്ങനെ പരിശോധിച്ചു നോക്കൂ. സഹോദര, സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിലെ ഏതൊരു വ്യക്തിയുടെയും ശരാശരി പ്രായം 30 വയസ്സ് പോലും ആയിരുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മനുഷ്യൻ 30 വർഷം പോലും ജീവിച്ചിരുന്നില്ല. പക്ഷെ ആ സമയത്തും നിങ്ങൾ ആരുടെയെങ്കിലും മുത്തശ്ശൻ 100 വർഷം ജീവിച്ചിരുന്നു. അപ്പോൾ നിങ്ങളുടെ മുത്തശ്ശനെ എടുത്തു പറയും, 1940കളിൽ ഇന്ത്യക്കാർ 100 വർഷം ജീവിച്ചിരുന്നു. നിങ്ങളുടെ അപ്പൂപ്പൻ ജീവിച്ചു കാണും. സാമ്പിൾ കുറച്ചുകൂടി കൂട്ടിയാലറിയാം 30 വർഷം പോലും ജീവിക്കുന്നില്ല എന്ന്. ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പോൾ ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് 10% പോലും ആയിരുന്നില്ല. ആരുടെയോ മുത്തശ്ശൻ ആ സമയത്തും PhD ആയിരുന്നു. തന്റെ അപ്പൂപ്പനെ നോക്കി ഇങ്ങനെ പറയുമോ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയിൽ എല്ലാവരും PhD ആയിരുന്നു എന്ന്? സഹോദര, ഇതിലും വലിയ സാമ്പിൾ എടുക്കൂ. ഇത് ഉപയോഗശൂന്യമായ വാദങ്ങളാണ്. എന്റെ മുത്തശ്ശൻ തന്റെ ജീവിതകാലം മുഴുവനും മുറുക്കാഞ്ച വെച്ചിരുന്നു. എന്നിട്ടും എന്റെ മുത്തശ്ശൻ ആരോഗ്യവാനായിരുന്നു. 100 വർഷം ജീവിച്ചു. മുത്തശ്ശൻ ശരിക്കും ഒരു അത്ഭുത വ്യക്തിയാണ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവന്റെ ചെറുമകൻ എങ്ങനെ വിഡ്ഢിത്തം പറയുമായിരുന്നു. കൊച്ചുമകനെയും എന്തെങ്കിലും പഠിപ്പിക്കുമായിരുന്നു. സർ, ഇപ്പോൾ അല്പം വ്യത്യസ്തമായ ഒരു തർക്കം. ഞാൻ കാണുന്ന പലരും ഞാൻ നിരീശ്വരവാദിയാണ്, മതവും മറ്റു കാര്യങ്ങളിൽ എനിക്ക് വലിയ വ്യത്യാസമില്ല എന്നൊക്കെ കമന്റുകൾ എഴുതുന്നത് കണ്ടിരുന്നു. പിന്നെ എന്റെ പ്ലേറ്റിൽ വെച്ചതിൽ മറ്റാർക്കും എന്ത് പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ഒരു ധാർമ്മിക വ്യക്തിയാണ്. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ വീട്ടിലുള്ളതിന് എന്താണ് പ്രശ്നം? ശരി, പ്ലേറ്റ് നിങ്ങളുടേതാണ്. പ്ലേറ്റിൽ സൂക്ഷിച്ചിരിക്കുന്നതെല്ലാം നിങ്ങളുടേതാണ്. അതേ രീതിയിൽ കാർ നിങ്ങളുടേതാണെന്ന് കരുതുക. ഇതെന്റെ കാറാണെന്ന് നിങ്ങൾ പറയുന്നു. ഞാനത് റോഡിന്റെ നടുവിൽ നിർത്തി. ഒരു കഴുത നടു റോഡിൽ ഇരിക്കുന്നത് പോലെ ഞാൻ വന്ന് എന്റെ കാർ റോഡിന്റെ മധ്യത്തിൽ നിർത്തി. ഇതെന്റെ കാറാണ്. ആരാണ് ശ്രദ്ധിക്കുന്നത്? ഇതെന്റെ കാറാണ്. ഞാൻ എന്തിനാണ് ഇത് റോഡിൽ പാർക്ക് ചെയ്തത്? ഇത് നിങ്ങളുടെ കാർ എവിടെ പാർക്ക് ചെയ്യുന്നുവെന്നത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമല്ല, മറ്റുള്ളവരെയും ബാധിക്കുന്നുണ്ട്. 40 വർഷം മുൻപുള്ള സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയിൽ ഇപ്പോഴും ഉപയോഗിക്കുന്ന വൃത്തികെട്ട എക്സോസ്റ്റ് പുറപ്പെടുവിക്കുന്ന ഒരു വൃത്തികെട്ട ഡീസൽ ജനറേറ്റർ ഞാൻ എൻ്റെ വീട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ഡീസൽ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങൾ വിവാഹങ്ങളിൽ കണ്ടിട്ടുള്ള ജനറേറ്ററുകൾ തികച്ചും അപകടകരമായ കറുത്ത പൊടി തുപ്പുന്നു. ഞാനതെൻ്റെ വീട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എൻ്റെ അതിർത്തിക്കുള്ളിൽ ഞാനൊരു ജനറേറ്റർ സ്ഥാപിച്ചു. ഇതെൻ്റെ വീടാണ്. ഇതെൻ്റെ ജനറേറ്ററാണ്. ആരാണ് ശ്രദ്ധിക്കുന്നത്? സഹോദര, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തത് അത് എന്നെയും ബാധിക്കുന്നു. നീ മലിനമാക്കുന്ന വായു എനിക്കും മലിനമാകുന്നു. നിങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദം അതുപോലെ എൻ്റെ ചെവിയിലെത്തുന്നു. നിങ്ങൾ മാംസം കഴിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് അല്ല. നിങ്ങൾക്കത് പറയുവാൻ കഴിയില്ല. ഇതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് പേഴ്സണൽ ലിബർട്ടി ആൻഡ് ചോയ്സ്. വാട്ട് ഈസ് ഇൻ മൈ പ്ലേറ്റ്? എല്ലാം ഇൻവാലിഡ് ആർഗ്യുമെൻറ്റ്. വെരി ഇൻവാലിഡ് ആർഗ്യുമെൻറ്റ്. നിങ്ങൾ എന്ത് കഴിക്കുന്നുവെന്ന് നിങ്ങളുടെ മാത്രം കാര്യമല്ല. നിങ്ങൾ കഴിക്കുന്നത് മുഴുവൻ സമൂഹത്തെയും മുഴുവൻ മനുഷ്യരാശിയെയും നേരിട്ട് പ്രത്യക്ഷമായ സ്വാധീനം ചെലുത്തുന്നവയാണ്. യു ആർ റെസ്പോൺസിബിൾ ടു വേൾഡ്സ് എൻറ്റയർ സൊസൈറ്റി, കമ്മ്യൂണിറ്റി ആൻഡ് ഓൾസോ ദി ഫ്യൂച്ചർ ഓഫ് മാൻകൈൻഡ്. ഉത്തരവാദിത്തത്തോടെ ചിന്തിക്കൂ. നിങ്ങൾ നിങ്ങളുടെ പ്ലേറ്റിൽ കഴിക്കുവാൻ വേണ്ടി എന്താണ് വച്ചിരിക്കുന്നതെന്ന്. നിങ്ങൾ അവിടെ സ്ഥാപിക്കുന്നത് എന്തായാലും അതിന് കാലാവസ്ഥാ കാരണങ്ങളും സാമ്പത്തിക കാരണങ്ങളും സമൂഹത്തിന് എല്ലാത്തരം ദോഷകരമായ ഫലങ്ങളുമുണ്ട്. നോട്ട് എ പേഴ്സണൽ മാറ്റർ. ഇപ്പോൾ ഞാനൊരു കാര്യം ഓർക്കുന്നു. ഒരു സമയം വരെ ഫ്ലൈറ്റിനകത്ത് സിഗരറ്റ് വലിക്കുവാൻ അലൗഡ് ആയിരുന്നു. എന്നാൽ പാസീവ് സ്മോക്കിംഗ്, അത് നിങ്ങളുടെ ചുറ്റും ആരെങ്കിലും പുകവലിക്കുകയാണെങ്കിൽ പുക നിങ്ങളുടെ ശ്വാസകോശത്തെയും ബാധിക്കുമെന്ന് കണ്ടു. അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് പൊതുസ്ഥലത്ത് പുകവലിക്കുവാൻ കഴിയില്ലെന്ന് നിയമം ഉണ്ടാക്കേണ്ടി വന്നു. ഇപ്പോൾ മറ്റൊരു വാദമുണ്ട്. നിങ്ങൾ പാലിനെക്കുറിച്ചും അതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചും പറഞ്ഞു. അതിനാൽ ആളുകൾ അതിൻ്റെ സ്ഥാനത്ത് വീഗൻ മിൽക്ക് പ്രോത്സാഹിപ്പിക്കുന്നു. അവയിലൊന്ന് സോയാ മിൽക്ക്. നിലവിൽ സോയാ പാലും സോയയിൽ നിന്നുള്ളതാണ്.
അത് സോയയിൽ നിന്ന് വരുമ്പോൾ ഇതിനായി വീണ്ടും കാടുകൾ വെട്ടി സോയാബീൻ വളർത്തും. അങ്ങനെ അതേ കാര്യത്തിലേക്ക് തിരിച്ചു വന്നു. വളരെ വിദ്യാസമ്പന്നരായ ആളുകൾ പോലും ഈ വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സോയയിൽ നിന്നോ തേങ്ങയിൽ നിന്നോ ബദാമിൽ നിന്നോ ആണ് വീഗൻ മിൽക്ക് വരുന്നതെന്ന് പറയപ്പെടുന്നു. അതിനായി സോയയും വളർത്തേണ്ടി വരും. അതിനാൽ നിങ്ങൾ പറയുന്നത് പോലെ നോൺ വെജിറ്റേറിയന്മാർക്കായി കാടുകൾ വെട്ടുന്നു. അതുപോലെ തന്നെ സസ്യാഹാരികൾക്കും കാടുകൾ വെട്ടിമാറ്റും. ഇത്തരക്കാർ അറിയേണ്ട ഒരു ചെറിയ വസ്തുത, ലോകമെമ്പാടും വിളയുന്ന സോയയുടെ 95% മൃഗങ്ങൾക്ക് മാംസാഹാരത്തിനായാണ് നൽകുന്നത്. ഒരു സസ്യാഹാരം കഴിക്കുന്ന വ്യക്തി ചെറിയ അളവിൽ സോയ ഉപയോഗിക്കുന്നു. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ എരുമയെ കഴിക്കുന്നു. പന്നി, ബീഫ്, ചിക്കൻ, മട്ടൺ ഇവയ്ക്കൊക്കെ വലിയ അളവിൽ സോയ വേണ്ടിവരും. നോക്ക്, എന്താ ഇതൊക്കെ? നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കണക്കുകളൊക്കെ നമ്മൾ നേരത്തെ നോക്കിയിരുന്നു. ഈ ലോകവും ശുദ്ധ സസ്യാഹാരമാണെങ്കിൽ, പക്ഷേ സാധാരണ സസ്യാഹാരിയും പാൽ കുടിക്കുന്നത് മരങ്ങളിൽ നിന്നോ ചെടികളിൽ നിന്നോ അല്ല. അപ്പോൾ അതെങ്ങനെ സസ്യാഹാരമായി? അത് സസ്യാഹാരമല്ല. പാൽ, തൈര്, ലസ്സി തുടങ്ങിയ ഏതെങ്കിലും തരത്തിലുള്ള മൃഗ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് നിർത്തിയാൽ മാത്രമേ ശുദ്ധ സസ്യാഹാരം സാധ്യമാകൂ. ലോകം മുഴുവനും ശുദ്ധ സസ്യഭുക്കായാൽ ഇന്ന് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഭൂമിയിൽ അതിനേക്കാൾ 1/4 കുറവ് ഭൂമിയിലേക്ക് പോകും. ഇന്ന് 1/4 ഭൂമിയും കൃഷിക്കാവശ്യമായ ഭൂമിയുടെ 1/4 മാത്രമേ ഉള്ളൂ. ഇത് ലോകത്തിൻ്റെ മുഴുവൻ കാഴ്ചപ്പാടായി മാറിയാൽ ലോകം മുഴുവനും തൃപ്തികരമായ ഭക്ഷണം കഴിക്കുവാനും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുവാനും കഴിയും. അതിനാൽ ഇപ്പോൾ വളരുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, മാംസത്തിന് വേണ്ടിയുള്ളതാണ്. ഞാനിതിനെക്കുറിച്ച് ഗവേഷണം നടത്തുമ്പോൾ ചില നല്ല ഗ്രാഫുകൾ കണ്ടെത്തി. ഞാൻ ആഗ്രഹിക്കുന്നു ടീം ഇപ്പോൾ അത് സ്ക്രീനിൽ കാണിക്കുമെന്ന്. കാണിക്കേ. പശു, എരുമ എന്നിവയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഡയറി മിൽക്ക്, സോയ മിൽക്ക്, ഓട്സ് മിൽക്ക്, ബദാം മിൽക്ക് ഇവ ഭൂമിയിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത്? അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉദ്യമത്തിന് എന്ത് വ്യത്യാസമുണ്ട്? അവർ എത്ര വെള്ളം ഉപയോഗിക്കുന്നു? ഞാൻ സ്ക്രീനിൽ ആ കമ്പാരിസൺ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതെ, എന്റെ പക്കലുണ്ടായിരുന്ന വാദങ്ങളുടെ മുഴുവൻ പട്ടികയും അവസാനിച്ചു. എന്നിട്ടും അവസാനം നിങ്ങൾ ആളുകളോട് എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നതെന്ന് അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദുരുദ്ദേശമാണ് ഏറ്റവും വലിയ വാദം. മനുഷ്യന്റെ ഉള്ളിലെ പിശാചാണ് ഏറ്റവും വലിയ കുതന്ത്രം. ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു, മറ്റൊന്നുമല്ല. ഞാൻ നടത്തിയ 3-4 ഡസൻ ചർച്ചകളുണ്ടാകും. ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചെയ്തു. അനിമൽ റൈറ്റ്സ് ആക്ടിവിറ്റ്സ് അവരോട് സംസാരിച്ചിട്ടുണ്ട്. വീഗൻ ഗ്രൂപ്പിനോട് സംസാരിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് താങ്കളുടെ 2 പുസ്തകങ്ങളില്ലേ? ഇതിനെക്കുറിച്ചുള്ള 2 പുസ്തകങ്ങൾ ഞാൻ ഇറക്കിയിട്ടുണ്ട്. അതിനുശേഷവും നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ആർക്കെങ്കിലും നിരസിക്കാം. പിന്നെ എത്ര വിശദീകരിക്കുവാൻ ശ്രമിച്ചാലും ദുരുദ്ദേശത്തിന് ശമനമില്ല. ദുരുദ്ദേശങ്ങൾക്കുള്ള ഏക പ്രതിവിധി ആത്മീയ ഉണർവാണ്. കരുണ ഇവിടെ വരുന്നതുവരെ നിങ്ങൾ മാംസാഹാരം ഉപേക്ഷിക്കില്ല. ഇത്രയും വാദങ്ങളുണ്ടെങ്കിലും സ്വയം മനസ്സിലാക്കുവാൻ തുടങ്ങുന്നവൻ മാംസം ഉപേക്ഷിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉള്ളിൽ അല്പം ആർദ്രതയുള്ളവൻ, ഉള്ളിൽ നിന്ന് അല്പം മൃദുവാകുന്നവൻ ലോകത്തോട് സൗഹൃദം പുലർത്തുവാൻ കഴിയുന്നവനാണ്. അതുതന്നെയാണ് കാര്യം. അൾട്ടിമേറ്റ്ലി ദി സൊല്യൂഷൻ ലൈസൻസ് ഇൻ സ്പിരിച്വൽ അവേക്കനിങ്. ആത്മീയതയില്ലാത്ത വെറും സദാചാരം കൊണ്ട് ഞാൻ വെജിറ്റേറിയൻ ആണെന്ന് പറയുന്നവൻ അതേ യുക്തിസഹമായ ധാർമ്മികത കാരണം അവൻ്റെ സസ്യാഹാരം സാധാരണയായി അധികം പോകില്ല. എന്തെങ്കിലും സാഹചര്യം മാറിയാൽ. അതിനാൽ ഇതാണ് കാര്യം. യഥാർത്ഥത്തിൽ സൊല്യൂഷൻ ആത്മീയതയിലാണിരിക്കുന്നത്. ആരാണോ ആത്മീയതയിൽ ഇല്ലാത്തത് അവൻ്റെ കൂടെ എങ്ങനെ ഉണ്ടാകും മൊറാലിറ്റി? അല്ലെങ്കിൽ സസ്യാഹാരി ആയിരുന്നാലും അവൻ്റെ എത്തിക്സ്, റേഷണൽ എത്തിക്സ് അത് ശരിയാകില്ല. അത് ഉപയോഗപ്രദമാകില്ല. അതുകൊണ്ടാണ് ആത്മീയതയിൽ ഊന്നി നേർവഴി നടക്കണമെന്ന് പറയുന്നത്. സത്യത്തിൽ ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും ഒരിക്കലും
മറ്റാരെയും ഉപദ്രവിക്കില്ലെന്ന് പറയുന്നവനായിരിക്കും സസ്യാഹാരി. ആരുടെയോ മാംസവും ആരുടെയോ ഒക്കെ നെടുവീർപ്പും കൊണ്ട് വയറ് നിറയ്ക്കുന്നതിനേക്കാൾ പട്ടിണി കിടന്ന് മരിക്കുന്നതാണ് എനിക്കിഷ്ടം. എന്റെ അവസാനത്തെ വാദം അത്രമാത്രം. പട്ടിണി കിടന്ന് മരിക്കുന്നതാണ് നല്ലതെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ഇത് എന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ചെറിയ ജീവിയാണ്. ഞാൻ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, പക്ഷേ ഞാൻ കൊല്ലില്ല. വളരെ നന്ദി ആചാര്യജി.